Hi everyone, I am Akhila Narayanan. I am teaching you the law and ethics for CMA Inter. Actually CMA Inter all സിലബസിനെ ഫുള്ള് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ലോസും ഒരു എത്തിക്സും. അതിൽ കോർപ്പറേറ്റ് ലോസ് ഉണ്ട്, കൊമേഴ്ഷ്യൽ ലോസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ലോസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്. ഈ സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ലോസ് ആണ്. ഇൻഡസ്ട്രിയൽ ലോസിൽ തന്നെ 7 ഡിഫറെൻറ്റ് ആക്ട് കവർ ചെയ്തിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്, EPF ആക്ട് ആൻഡ് ESI ആക്ട്. ഇതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഫാക്ടറീസ് ആക്ട് ആയിരിക്കും. പിന്നീട് നമ്മൾ ബാക്കി ആക്റ്റും 1 by 1 ആയിട്ട് പോകും. ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഫാക്ടറീസ് ആക്ട് ആയിരിക്കും. ഹെൻസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആസ് പെർ മൈ സ്ട്രാറ്റജി എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും ആയിട്ട് തന്നെ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇരിക്കാവുള്ളൂ. ഞാൻ പറയുന്ന നോട്ട്സ് എല്ലാം ലെക്ചർ നോട്ട്സ് എടുത്തെടുത്ത് തന്നെ എഴുതി പോകണം. ആക്ച്വലി ഞാൻ തരാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന PDF, അതായത് പറയുന്നത് ഈ കിടക്കുന്ന PDF ഫയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തെടുത്ത PDF ഫയലാണ്. അതിപ്പം നിങ്ങൾ വേറെ പ്രിൻ്റ് എടുക്കണം നിർബന്ധമൊന്നുമില്ല, ടെക്സ്റ്റ് റെഫർ ചെയ്താലും കിട്ടും. എനിവേ ലെക്ചർ നോട്ട്സിൽ നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങൾ കാണും. അപ്പോൾ ലെക്ചർ നോട്ട്സ് മാൻഡേറ്ററി ആണ്. പെന്നും പേപ്പറും ഇല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആരും ഇരിക്കില്ല. പ്ലസ് ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി എനിക്ക് സൂം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇൻ കേസ് സൂം ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ദെൻ ആസ് പെർ മൈ സ്ട്രാറ്റജി നമ്മൾ ഓരോ പോർഷൻസും പഠിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ ടെസ്റ്റ് യുവർ നോളജ് വെച്ചിട്ട് അതിലെ എല്ലാ പോർഷനും നമ്മൾ കവറായി ഒന്ന് ചെക്ക് ചെയ്യും. ഒരു ചെറിയ റിവിഷൻ നടക്കും. സോ റിവിഷൻ്റെ സമയത്ത് ഞാൻ റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ഹെഡിങ്സ് പറയുമ്പം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്ത് നോക്കണം, നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. നമ്മളത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവും. ദെൻ നമുക്ക് വർക്ക് ബുക്ക് ഉണ്ട്. നമ്മൾ വർക്ക് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, അതും കൂടെ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് മിനിമം ആൻസേഴ്സ് ഓർത്തെടുക്കാനെങ്കിലും ശ്രമിക്കുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൗഡറായിട്ട് തന്നെ ആൻസർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് എ സൂം ക്ലാസ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഇച്ചിരി കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ഇത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെ പറയുന്നതാണ്. സോ ഫാക്ടറീസ് ആക്റ്റാണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു. നോർമലി നമ്മൾ എല്ലാ ആക്റ്റും പഠിക്കുമ്പോൾ ആദ്യം ആ ആക്ട് എന്തിനു വേണ്ടിയാണ് നിലവിൽ വന്നത്, ഏത് സെക്ഷന് വേണ്ടിയാണ് ആ ആക്ട് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ പഠിക്കും. ആ ആക്ട് ആര് ഫോളോ ചെയ്യണം, ഫോളോ ചെയ്തില്ലെങ്കിൽ എങ്ങനെ പണിഷ്മെൻറ്റ് കിട്ടും, ഈ കാര്യങ്ങളെല്ലാം ആയിരിക്കും മിക്കവാറും എല്ലാ ആക്റ്റിലും പറഞ്ഞിട്ടുള്ളത്. സോ കമ്പനീസ് ആക്ട് നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ആക്ട് വിച്ച് കംസ് ഇൻ ടു existence for the interest of the employees. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് വേണ്ടി, എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു ഫാക്ടറിയിൽ കുറേ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് അവരുടെ ഹെൽത്ത്, അവരുടെ സേഫ്റ്റി, അവരുടെ വെൽഫെയർ ഇതൊക്കെ അവിടുത്തെ എംപ്ലോയർ എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, അത് ചെയ്തില്ലെങ്കിൽ എംപ്ലോയറെ പണിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്റ്റാണ് ഫാക്ടറീസ് ആക്ട്. അതുകൂടാതെ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യവും, അതുകൂടാതെ ഫാക്ടറിയുടെ രജിസ്ട്രേഷൻ, ഇത്രയും കാര്യങ്ങൾ ഫാക്ടറീസ് ആക്ടിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. ദെൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്. ഇത് ഫാക്ടറീസ് ആക്ടിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയൽ ലോസും ആക്ച്വലി വന്നിരിക്കുന്നത് എംപ്ലോയീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ്. നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാം, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്നതിന് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളാണ്. മിനിമം വേജസ് ആക്ട്, മിനിമം എത്ര വേജ് കൊടുക്കണം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ് മിനിമം വേജസ് ആക്ട്. ബോണസിൻ്റെ പേയ്മെൻറ്റ്, മിനിമം ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റ്, EPF, ESI ഇതെല്ലാം എംപ്ലോയറിനെ കൊണ്ട് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും ആക്ട്സ് നിലവിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഫാക്ടറീസ് ആക്ട് നോക്കാം. The Factories Act of 1948. Factories Act of 1948 രണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് prevent unregulated growth of factories. Unregulated growth of factories. രണ്ട് പറയുന്നത് സേഫ്റ്റി, വെൽഫെയർ, ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഫാക്ടറീസ് ആക്ട് 1948 എന്ന് പറഞ്ഞൊരു ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. സോ
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എംപ്ലോയീസിൻ്റെ വെൽഫെയറിനും സേഫ്റ്റിക്കും വേണ്ടിയാണെന്നുള്ളത്. ഈ പോർഷൻ പറയുന്നത് ഈ പോർഷനിൽ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു ഫാക്ടറി തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് റെഗുലേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ആർക്കും എത്ര ഫാക്ടറീസ് എണ്ണം വേണമെങ്കിലും തുടങ്ങാം. സോ അത് ഒരു കൺട്രോൾഡ് ആക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ രജിസ്ട്രേഷനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ലൈസൻസിങ് സിസ്റ്റം അത് വന്നിരിക്കുന്നത് ഫാക്ടറീസ് ആക്ട് ആണ്. സോ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് എ ഫാക്ടറി യു നീഡ് ടു ഗെറ്റ് ദ ലൈസൻസ് ആസ് പെർ ദി ഫാക്ടറീസ് ആക്ട് ഓഫ് 1948 എങ്കിലും നിങ്ങൾക്ക് ഫാക്ടറി തുടങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത് പറയുന്നത് സേഫ്റ്റി വെൽഫെയർ ഹെൽത്ത് ഓഫ് ദി വർക്കേഴ്സ് ആണ്. സോ സേഫ്റ്റി എന്ന് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുക? മിഷനറി ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫെൻസിങ് സിസ്റ്റം വേണം, ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷനറി ആണെങ്കിൽ. പിന്നെ ബിൽഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ഐ പ്രൊട്ടക്ഷൻ, പിന്നെ എന്തെങ്കിലും ഫ്യൂംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഗ്യാസോ ഒക്കെ എമിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ ഹെൽത്ത്, ആ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ വെൽഫെയർ എന്ന് പറയുമ്പം എംപ്ലോയീസിനുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, വാഷിംഗ് ഫെസിലിറ്റീസ്, ഈ വക കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് എന്ന് എൻഷുർ ചെയ്യിപ്പിക്കുന്നതാണ് ഫാക്ടറീസ് ആക്ട്. ആസ് പെർ ദി ഫാക്ടറീസ് ആക്ട് പ്രകാരം എല്ലാ ഫാക്ടറിക്കും ഒക്കുപെയർ എന്ന് പറഞ്ഞ ഒരാൾ കാണും. ഒക്കുപെയർ മീൻസ് എ പേഴ്സൺ ഹാവിങ് അൾട്ടിമേറ്റ് കൺട്രോൾ. ഒരു ഫാക്ടറി എടുക്കുകയാണെങ്കിൽ ഫാക്ടറിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആളെ ആയിരിക്കും ഒക്കുപെയർ എന്ന് പറയുന്നത്. സോ ഒക്കുപെയറിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മേജറായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എംപ്ലോയീസിൻ്റെ സേഫ്റ്റിയും വെൽഫെയറും ഹെൽത്തും അവിടെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. മീൻസ് എംപ്ലോയീസിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് അവിടെ ഇല്ലെങ്കിൽ, വേണ്ട ഒരു പ്രോപ്പർ ഫെൻസിങ് സിസ്റ്റമോ ഒരു ക്യാൻറ്റീൻ ഫെസിലിറ്റിയോ അവിടെ ഇല്ലെങ്കിൽ ആസ് പെർ ദിസ് ആക്ട് ആര് പണിഷ് ചെയ്യപ്പെടും? ഒക്കുപെയർ വിൽ ഗെറ്റ് പണിഷ്ഡ്. സോ ഇതൊക്കെ ഏതൊക്കെ മെഷേഴ്സ് ആണെന്നുള്ളത്, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, വെൽഫെയർ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഹെൽത്ത് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. അതിന് മുമ്പ് ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് വി നീഡ് ടു സ്റ്റഡി സർട്ടൻ ഡെഫിനിഷൻസ്. നമ്മൾ പറഞ്ഞു ഫാക്ടറീസ് ആക്ട് ആണ്. സോ എന്താണ് ഫാക്ടറി എന്ന് ചോദിച്ചാൽ ഓരോ ആക്ടിനും ഓരോരോ ഡെഫിനിഷൻസ് ആയിരിക്കും അല്ലേ വരിക. സോ ആസ് പെർ ദിസ് ആക്ട് ഫാക്ടറി മീൻസ്, ഡെഫിനിഷൻ നോക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയാം. ഫാക്ടറി ഈസ് ഈക്വൽ ടു ദർ മസ്റ്റ് ബി എ premises plus manufacturing process must be there, plus workers must be there. workers എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും വർക്കേഴ്സ് പോരാ. ഫാക്ടറി വർക്ക് ചെയ്യുന്നത് വിത്ത് പവർ ആണെങ്കിൽ, വിത്ത് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 10 വർക്കേഴ്സ് വേണം. വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ആണെങ്കിൽ, വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ആണ് എങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 20 വർക്കേഴ്സ് വേണം. ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താലേ ഒരു ഫാക്ടറിയെ ഫാക്ടറി എന്ന് വിളിക്കൂ അല്ലേ. നോർമലി ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാക്ടറി വരും അല്ലേ. ഒരു റോ മെറ്റീരിയൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫാക്ടറി. നമുക്ക് നമ്മുടെ എക്സാമ്പിളിൽ ഫുൾ ഒരു ഗ്ലാസ് മാനുഫാക്ചറിങ് ഫാക്ടറി, ഗ്ലാസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിനെ എടുക്കാം അല്ലേ. ഗ്ലാസ് ഫാക്ടറി, ഗ്ലാസ് എന്ന് വെച്ചാൽ ഗ്ലാസ് കൊണ്ടുള്ള ഗ്ലാസ് ബോട്ടിൽസ് ഇതൊക്കെ എടുക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് വയ്ക്കുക. സോ എന്താണ് നമ്മൾക്ക് ആസ് പെർ ദി ഡെഫിനിഷൻ ഈ നമ്മൾ നടത്താൻ പോകുന്ന ഈ ഗ്ലാസ് ഫാക്ടറീസ് ആക്ടിൻ്റെ പരിധിയിൽ വരേണ്ട ഫാക്ടറി ആവണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ വേണം? ഒരു പ്രിമൈസസ് വേണം. പ്രിമൈസസ് മീൻസ് എ ബിൽഡിംഗ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാനുഫാക്ചറിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ടാവണം. ദെൻ വർക്കേഴ്സ് വേണം. വിത്ത് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ 10 കൂടുതൽ വർക്കേഴ്സും, വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ 20 കൂടുതൽ വർക്കേഴ്സും വേണം. അങ്ങനെയാണെങ്കിൽ എന്താവത്തുള്ളൂ? ഫാക്ടറീസ് ആക്ട് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഒക്കുപെയർ എന്ന് പറയുന്ന ഒരാളെ ഈ ഹെൽത്ത് സേഫ്റ്റി മെഷേഴ്സ് എൻഷുർ ചെയ്തില്ലെങ്കിൽ പണിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ. സോ നമ്മൾ ഇതിൻ്റെ ഓരോ പാർട്ടും 1 by 1 ആയിട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്. സോ പ്രിമൈസസിൻ്റെ ഡെഫിനിഷൻ. സോ വാട്ട് ഈസ് എ പ്രിമൈസസ്? പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുള്ള വേർഡായിരിക്കും. ഇറ്റ് മീൻസ് എ ബിൽഡിംഗ് അല്ലേ. നോർമലി ആ ബിൽഡിങ്ങിനെയാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലാസ് ഫാക്ടറി എവിടെയാണോ റൺ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. പക്ഷേ ബിൽഡിങ് മാത്രമല്ല, പ്ലസ് അതിൻ്റെ സറൗണ്ടിങ്സ്, അതിനെ എന്ത് പറയും? പ്രിസിൻസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ് മാനുഫാക്ചറിങ് ഫാക്ടറി ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ബിൽഡിംഗ് ആണ്. ഇതിന് ചുറ്റും നമ്മളിങ്ങനെ ഫെൻസ് കെട്ടിയിട്ടുണ്ടെന്ന് വെക്കാം, മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഏരിയനെയാണ് നമ്മൾ പ്രിസിങ്സ് എന്ന് പറയുക. അതും എന്താണ്? പ്രിമൈസസിൻ്റെ ഡെഫിനിഷനകത്ത് പെടുന്നതാണ്. സോ ഇനി ഇതൊന്നുമില്ല, ഒരു ഓപ്പൺ ലാൻഡാണ്, ഇവിടെയാണ് ആ ഫാക്ടറിയിലെ ആക്ടിവിറ്റീസ് നടക്കുന്നത്. പറയാനൊരു ബിൽഡിംഗ് ഒന്നുമില്ല, പക്ഷേ ഫെൻസ് ചെയ്ത് ഒരു ഓപ്പൺ ലാൻഡ് ആണെങ്കിൽ ഇതും എന്താണ്? പ്രിമൈസസ് തന്നെയാണ്. സോ പ്രിമൈസസ് എന്ന് പറയുമ്പോൾ പ്രിമൈസസ് എന്താവാം? Premises may be
premises may be a land ആവാം, ലാൻഡ് പ്ലസ് ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ബിൽഡിംഗ് എലോൺ ആവാം. ഇതെല്ലാം എന്താണ്? പ്രിമൈസസ് എന്ന് പറയും. സോ ഇങ്ങനെ ഒരു പ്രിമൈസസ് വേണം. ഈ പ്രിമൈസസിൽ എന്ത് നടക്കണം? എ മാനുഫാക്ചറിങ് പ്രോസസ് മസ്റ്റ് ബി ദെയർ. വാട്ട് ഇസ് എ മാനുഫാക്ചറിങ് പ്രോസസ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോർമലി മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ എന്താ വരിക? ഒരു റോ മെറ്റീരിയൽ കാണും, അവിടെ എന്തെങ്കിലും കുറേ പ്രോസസ്സിങ് നടക്കും, പ്രോസസ്സിങ് നടന്നിട്ട് അതിൽ നിന്നൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് മാത്രമാണോ ഫാക്ടറി ആക്ട് പ്രകാരമുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. സോ മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ വെള്ളം എടുപ്പുണ്ട്, നമുക്കത് നോക്കാം. എസ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിരിക്കും പഠിക്കാൻ. ലെറ്റ് മീ ആസ്ക് യു ക്വസ്റ്റ്യൻ. ഒരു കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രസിങ്സ്, ഒരു ബിൽഡിംഗ് ആവാം, സറൗണ്ടിങ്സ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, ഒരു ലാൻഡ് എനിവേ. കോൾഡ് സ്റ്റോറേജ് ആണെങ്കിൽ ബിൽഡിംഗ് മാൻഡേറ്ററി ആണ്. ഒരു എഗ്ഗോ ഫിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും തണുത്ത് പോകുന്ന എന്തെങ്കിലും പെരിഷബിൾ ആയിട്ടുള്ള നേച്ചറുള്ള എന്തോ സാധനങ്ങളോ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, അത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്ന സ്ഥലമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ദാറ്റ് മീൻസ് ഒരു ബിൽഡിങ്ങിൽ കോൾഡ് സ്റ്റോറേജ് വർക്ക് ചെയ്യുന്നുണ്ട് വിത്ത് 20-25 വർക്കേഴ്സ്. അങ്ങനെയാണെങ്കിൽ അത് ഫാക്ടറി അണ്ടർ ഫാക്ടറീസ് ഡെഫിനിഷനിൽ വരുമോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ അത് ഫാക്ടറി ഡെഫിനിഷനിൽ വരുന്നുണ്ടോ എന്നറിയാൻ ഈ ഡെഫിനിഷൻ നോക്കണം. ലാസ്റ്റ് പോയിന്റ്, മാനുഫാക്ചറിങ് പ്രോസസ്സിലെ ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്രിസർവിങ് ഓർ സ്റ്റോറിങ് എനി ആർട്ടിക്കിൾ ഇൻ കോൾഡ് സ്റ്റോറേജ്. അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് മാനുഫാക്ചറിങ് പ്രോസസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പെന്നിന് ആക്ച്വലി എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. എൻ്റെ പോയിൻ്റർ എവിടെയാണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാനൊന്ന് സൈസ് ഒന്ന് വലുതായിക്കോട്ടെ. ഡ്രോ ചെറുതായിട്ട് വിസിബിൾ ആണ്. ഓക്കെ. കോൾഡ് സ്റ്റോറേജ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മാനുഫാക്ചറിങ് ഫെസിലിറ്റി. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഞാൻ നേരത്തെ പറഞ്ഞു ലാൻഡ്. ഒരു ഷിപ്പ്, ഒരു ഉപയോഗശൂന്യമായ ഒരു ഷിപ്പ്, അത് എന്താ പറയുക, അത് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി, ഒരു ബ്രേക്കിംഗ് ആപ്പിന് വേണ്ടി ഒരു ഷിപ്പ് ഒരു ഡോക്കിൽ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ആ ഡോക്കിൽ വെച്ച് ഒരു പ്രിസിങ്സ് ആണല്ലോ, ഓപ്പൺ ഏരിയയും പ്രിമൈസസ് ആണ്. അവിടെ വന്ന് എന്തോ കുറേ ആക്ടിവിറ്റീസ്, എന്താണ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഷിപ്പ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടന്നു വിത്ത് 20-30-50 എംപ്ലോയീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് മാനുഫാക്ചറിങ് പ്രോസസ് ആകും. ബിക്കോസ് ഇതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ മതി. എന്താ കിടക്കുന്നത്? കൺസ്ട്രക്ഷൻ ഓർ റിപ്പയറിംഗ്, റീഫിറ്റിംഗ്, ഫിനിഷിംഗ്, ബ്രേക്കിംഗ് അപ്പ് ഓഫ് ഷിപ്സ് ഓർ വെസൽസ്. അതും എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന പോയിന്റ് നോക്കിയാൽ പ്രിൻറ്റിംഗ് ബൈ ലെറ്റേഴ്സ്. ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഒന്നെങ്കിൽ പ്രിൻറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ബുക്ക് ബൈൻഡിങ്, ഓൾറെഡി പ്രിൻ്റ് ആയിട്ടുള്ള ബുക്കിൻ്റെ ബൈൻഡിങ് പ്രോസസ്സ്, ഇതൊക്കെ നടക്കുകയാണെങ്കിൽ അതും എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ദെൻ അത് മാത്രമല്ല, ജനറേറ്റിംഗ്, ട്രാൻസ്മിഷൻ ഓർ ട്രാൻസ്മിറ്റിംഗ് പവർ. സോ ഇലക്ട്രിസിറ്റിയുടെ ജനറേഷനും ട്രാൻസ്മിഷനും ട്രാൻസ്ഫോമിങ്ങും എല്ലാം എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സ് തന്നെയാണ്. ദെൻ അടുത്ത പോയിന്റ് എന്താ? പമ്പിങ്, ഓയിൽ, വാട്ടർ, സ്യൂവേജ്. സോ എന്താണ്? നമ്മുടെ വേസ്റ്റിൻ്റെ പമ്പിങ് സിസ്റ്റം, വാട്ടറിൻ്റെ പമ്പിങ്, ഓയിലിൻ്റെ പമ്പിങ്, അതൊന്നും ഒരു ഫിക്സഡ് ബിൽഡിങ്ങിനകത്ത് നടക്കുന്ന പ്രോസസ്സ് അല്ല. പക്ഷേ അതൊരു സെപ്പറേറ്റ് പ്രോഡക്റ്റ്, എമർജ് ചെയ്യുന്ന പ്രോഡക്റ്റും അല്ല. പക്ഷേ എങ്കിലും അത് എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്. മേക്കിംഗ്, ഓൾട്ടറിങ്, റിപ്പയറിംഗ്, ഓർണമെൻറ്റിങ്, എനി ആക്ടിവിറ്റി, ഒരു ന്യൂ പ്രോഡക്റ്റ് എമർജ് ചെയ്യുന്ന എനി ആക്ടിവിറ്റി, അത് സെയിലിന് വേണ്ടിയാകാം, ട്രാൻസ്പോർട്ടിന് വേണ്ടിയാകാം, ഡെലിവറിക്ക് വേണ്ടിയാകാം, അതെല്ലാം എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. സോ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ കോൾഡ് സ്റ്റോറേജ് മാനുഫാക്ചറിങ് ആണ്. ഷിപ്പിൻ്റെ ഡോക്കിൽ വന്നുള്ള ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ ആവാം, റികൺസ്ട്രക്ഷൻ ആവാം, റിപ്പയർ ആവാം, അതെല്ലാം ഉണ്ട്. ദെൻ പവർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് കൺസ്ട്രക്ഷൻ ആണ്. ദെൻ പ്രിൻറ്റിംഗ് ബൈൻഡിങ് ആക്ടിവിറ്റീസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പമ്പിങ്, ഓയിലിൻ്റെ ആകാം, വാട്ടറിൻ്റെ ആവാം, എല്ലാത്തിൻ്റെയും പമ്പിങ് ആക്ടിവിറ്റീസും മാനുഫാക്ചറിങ് ആണ്. പ്ലസ് നമ്മൾ നോർമലി പറയാറുള്ള ഫസ്റ്റ് ഡെഫിനിഷനിൽ കിടക്കുന്ന ഈ കാര്യം,
ഫസ്റ്റ് ഡെഫിനിഷൻ കിടക്കുന്ന ഇതെല്ലാം എന്താണ്? മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയാണ്. സോ നമ്മൾ ഫാക്ടറിയുടെ ഡെഫിനിഷനകത്ത് പറഞ്ഞ പോലെ പ്രിമൈസസ് എന്താണെന്ന് പഠിച്ചു, മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചു, ദെൻ വർക്കേഴ്സ്. ഹൂ ഇസ് എ വർക്കർ? വർക്കർ ആണെന്ന് നമുക്കറിയാമല്ലേ. നോർമലി ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മൾ വർക്കർ എന്ന് വിളിക്കുന്നത്. ബട്ട് വി നീഡ് ടു ചെക്ക് ദ ഡെഫിനിഷൻ. സോ ഇവിടെ ഡെഫിനിഷൻ ചെക്ക് ചെയ്യേണ്ടതിന് ആവശ്യം ഞാനൊരു വേറൊരു എക്സാമ്പിളിലൂടെ പറയാം. ജസ്റ്റ് ഇമാജിൻ യു ഗോട്ട് അപ്പോയിൻറ്റഡ് ആസ് എ സ്വീപ്പർ. ഈ പറയുന്ന ഗ്ലാസ് ഫാക്ടറി, ഇപ്പോൾ നിങ്ങളുടെ ഗ്ലാസ് മാനുഫാക്ചറിങ് ഫാക്ടറി അല്ല, വേറെ ആരുടെയും ഒരു ഗ്ലാസ് മാനുഫാക്ചറിങ് ഫാക്ടറിയാണ്. അവിടെ നിങ്ങൾ സ്വീപ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി യു ആർ അപ്പോയിൻറ്റഡ് ഒരാഴ്ചത്തേക്ക് ഒരു ഏജൻറ്റ്, ഡയറക്റ്റ് അതിൻ്റെ ഓണറല്ല, അയാൾ ആൾക്കാരെ എടുക്കാൻ വേണ്ടി ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചു, അതിൻ്റെ സബ് ഏജൻറ്റ്, അങ്ങനെ ഒരാളാണ് നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തത്. സോ അയാൾ എന്ന് വെച്ചാൽ പ്രിൻസിപ്പളുടെ നോളജ് ഇല്ല. പ്രിൻസിപ്പൽ നോളജ് പ്രിൻസിപ്പളുടെ നോളജ് ഇല്ലാതെയാണ് നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സബ് ഏജൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നിങ്ങളോട് പറഞ്ഞു 1 വീക്ക് വർക്ക് ചെയ്ത് നോക്ക്, ഓക്കെ ആണെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്തുള്ളൂ. സോ 1 വീക്ക് സാലറി ഇല്ല, അപ്പോൾ നിങ്ങൾക്ക് റെമ്യൂണറേഷനും ഇല്ല. ദെൻ ഡയറക്റ്റ്ലി അപ്പോയിൻമെൻ്റ് ആണോ പ്രിൻസിപ്പളിൻ്റെ? അല്ല. ഡയറക്റ്റ്ലി ആണോ? അല്ല. ആര് വഴിയാണ്? ഏജൻറ്റ് വഴിയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടി. നിങ്ങൾ സ്വീപ്പറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്ന് വെച്ചാൽ നോട്ട് റിലേറ്റഡ് ടു മാനുഫാക്ചറിങ്ങുമായിട്ട് ഒരു ബന്ധമില്ല, മാനുഫാക്ചറിങ് പ്രോസസ്സുമായിട്ടൊരു ബന്ധവുമില്ലാത്ത അപ്പോയിൻമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഫാക്ടറീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വർക്കറാകുമോ? ഫാക്ടറീസ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന വർക്കറാണെങ്കിൽ ഈ പറയുന്ന 10-20 നമ്പേഴ്സിനകത്ത് നിങ്ങളെ കൗണ്ട് ചെയ്യത്തുള്ളൂ. ഈ പറയുന്ന 10-20 നമ്പേഴ്സിൽ നിങ്ങളെ കൗണ്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം വർക്കർ ഡെഫിനിഷനിൽ വരണം. പിന്നെ വർക്കർ ആണെങ്കിൽ ഈ ഫാക്ടറീസ് ആക്ടിൻ്റെ ബെനിഫിറ്റ്, ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ മെഷേഴ്സ് എല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. എ പേഴ്സൺ എംപ്ലോയ്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. സോ എംപ്ലോയിയുടെ നോളജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ത്രൂ ആൻ ഏജൻ്റ് ആണെങ്കിലും നിങ്ങൾ ആരാണ്? വർക്കർ തന്നെയാണ്. വിത്ത് ഓർ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദി പ്രിൻസിപ്പൽ എംപ്ലോയർ. നോളജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെദർ ഫോർ റെമ്യൂണറേഷൻ ഓർ റെമ്യൂണറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വർക്കറാണ്. ദെൻ മാനുഫാക്ചറിങ് പ്രോസസ്സിലാണോ നിർബന്ധമുണ്ട്? ഇല്ല. ക്ലീനിങ് പ്രോസസ്സിലാവാം, ഓർ എനി അതർ വർക്ക് ഇൻസിഡൻറ്റൽ ടു ഓർ കണക്റ്റഡ് ടു ദ മാനുഫാക്ചറിങ് പ്രോസസ്സ് ആവാം. ഇതിലെന്താണെങ്കിലും നിങ്ങൾ ആരാണ്? വർക്കറാണ്. ഇൻ അതർ വേർഡ്സ്, വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തു, നിങ്ങളുടെ ഹെൽത്തോ നിങ്ങളുടെ സേഫ്റ്റിയോ, നിങ്ങൾക്ക് വേണ്ട മാസ്കോ അല്ലെങ്കിൽ ഫ്യൂംസ് ഉണ്ടാകുന്ന സ്ഥലമാണ്, ടോക്സിക് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് വേണ്ട മാസ്കോ ഒന്നും അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ യു ക്യാൻ ഓൾസോ ഗോ ടു ദ കോർട്ട് അല്ലേ. ഫാക്ടറീസ് ആക്ട് പ്രകാരം യു ക്യാൻ ക്ലെയിം യുവർ ബെനിഫിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മൾ ആരാന്ന് വഴിയെ പഠിക്കും, അയാളുടെ അടുത്ത് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റും. ബിക്കോസ് പ്രിൻസിപ്പലിൻ്റെ നോളജ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും റെമ്യൂണറേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി വന്ന അപ്പോയിൻമെൻ്റ് ആണെങ്കിലും നോട്ട് റിലേറ്റഡ് ടു ദ മാനുഫാക്ചറിങ് പ്രോസസ് ആണെങ്കിലും നിങ്ങൾ ആരാണ്? വർക്കറാണ്. യു നീഡ് ടു ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ് അണ്ടർ ദി ഫാക്ടറീസ് ആക്ട്. അതാണ് വർക്കറിൻ്റെ ഡെഫിനിഷൻ വഴി പറയുന്നത്. സോ നമ്മൾ ഫാക്ടറിയുടെ ഡെഫിനിഷൻ പഠിച്ചു. ഫാക്ടറി ഡെഫിനിഷനിൽ ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്താണ്? ദർ മസ്റ്റ് ബി എ പ്രിമൈസസ് ആൻഡ് ദ മാനുഫാക്ചറിങ് പ്രോസസ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് വിത്ത് ദ വർക്കേഴ്സ്. ഇനി ഫാക്ടറിയുടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ factory as any premises including the precincts thereof. Then 10 or more workers വേണം. 10 or more workers on any day of the preceding 12 months. അത് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് എന്താ പറയുന്നത്? ലാസ്റ്റ് 12 monthസിൽ ഏതെങ്കിലും ഒരു ദിവസം 10 കൂടുതൽ വർക്കേഴ്സ് വന്നാൽ മതി. ആൻഡ് എനി പാർട്ട് ഓഫ് വിച്ച് എ മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് ബീങ് ക്യാരിഡ് ഔട്ട്. എന്ത് വേണം? മാനുഫാക്ചറിങ് പ്രോസസ്സ് വേണം വിത്ത് ദി എയ്ഡ് ഓഫ് പവർ. സെയിം തിങ്. അടുത്തെന്ന് പറഞ്ഞാൽ ഓൾ വർക്കേഴ്സ് then without the aid of power ആണെങ്കിൽ 20. അതിവിടെ പറഞ്ഞിട്ടില്ലേ? 10 or more workers were working on a day of the part of manufacturing process being carried out with the aid of power is ordinarily so carried out. Or the computing number of workers for the purpose of this, all the workers in different groups or relays in a day shall be taken into account. അതെന്താ ഉദ്ദേശിച്ചേക്കുന്നത്? 2 ഷിഫ്റ്റ് ഉണ്ട്, 2 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെക്കുക. 2 ഷിഫ്റ്റ്, മോർണിംഗ് ഷിഫ്റ്റിൽ 6 പേര്, ഈവനിങ് ഷിഫ്റ്റിൽ 6 പേര്, 3 ഷിഫ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കട്ടോ. ചേച്ചി ആൾക്കാരുടെ കൂടി മോർണിംഗ് ഷിഫ്റ്റിൽ 7, ഈവനിങ് ഷിഫ്റ്റിൽ 7, പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് 7. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായി? 21 വർക്കേഴ്സ് ഇൻ എ ഡേ ആയി. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം 20ക്ക് മേളിൽ പോകുന്നുണ്ടെങ്കിൽ ഫാക്ടറീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആകും. Then for this purpose mere electronic എന്താ പറയുന്നത്? ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഓർ കമ്പ്യൂട്ടർ യൂണിറ്റ്സ് ഇസ് ഇൻസ്റ്റാൾഡ് ഇൻ എനി പ്രിമൈസസ് ഓർ പാർട്ട്
shall not be considered as factory if no manufacturing process. മേളിൽ പറയുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് നിർബന്ധമാണ്. കുറേ ഇലക്ട്രോണിക് അല്ലെങ്കിൽ കുറേ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തൊരു പ്രൊമൈസസ് വെച്ചിട്ടുണ്ട്. നമ്മൾ മേളിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത വെസൽ റിലേറ്റഡ് ആയിട്ടുള്ളതോ പമ്പിങ്ങോ അങ്ങനെ ഒരു തരത്തിലുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സ് നടക്കുന്നില്ല എങ്കിൽ മിയർ കമ്പ്യൂട്ടർ യൂണിറ്റ്സ് അവിടെ പ്രൊമൈസസിലുണ്ടെന്ന് കൊണ്ട് അതൊരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആകുമോ? ആവത്തില്ല. സോ 10 or more workers, 20 or more workers without the aid of power, അത് നമ്മൾ പഠിക്കും. അത് ആക്ച്വലി ഉള്ളതാണ്, നിങ്ങളുടെ ഡെഫിനിഷൻ പോർഷനിൽ വന്നിട്ടില്ല. ഞാൻ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തപ്പം മിസ്സായതായിരിക്കും. ഞാനതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് പറയാം. ലീവ് ഇറ്റ്. ദെൻ ഇവിടെ വർക്കേഴ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. ഈ വർക്കേഴ്സ് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് എനി മെമ്പർ ഓഫ് ദി ആംഡ് ഫോഴ്സ് ഓഫ് യൂണിയൻ. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആംഡ് ഫോഴ്സ് ഇല്ലേ, എയർഫോഴ്സ്, നേവി, മിലിറ്ററി, ആ പറയുന്ന കാറ്റഗറിയിലുള്ള മെമ്പേഴ്സിനെ ആരായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, വർക്കേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ദേ കനോട്ട് ക്ലെയിം എനി ബെനിഫിറ്റ് അണ്ടർ ദി ഫാക്ടറീസ് ആക്ട്. അവരുടെ ഓൺ ആക്ട് ആയിരിക്കും വരിക. സോ ഡെഫിനിഷൻസിൻ്റെ അത് ഇത്രയും കഴിഞ്ഞു. നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് ഒക്കുപെയർ. ഒക്കുപെയർ ആരാണെന്ന് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു അല്ലേ. സോ ഹൂ ഹാവിങ് കൺട്രോൾ, അൾട്ടിമേറ്റ് കൺട്രോൾ ഓഫ് എ കമ്പനി ഉള്ള ആളാണ് ഒക്കുപെയർ. ഇയാൾ വേണം ഹെൽത്ത് മെഷേഴ്സും സേഫ്റ്റി മെഷേഴ്സും വെൽഫെയർ മെഷേഴ്സും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടി. സോ ഒരു ഫാക്ടറിയുടെ കാര്യത്തിൽ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ള ആളിനെ നമ്മൾ ഒക്കുപെയർ എന്ന് വിളിക്കും. പക്ഷേ എപ്പോഴും ആരായിരിക്കും ഈ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ള ആൾ? അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് എ ഫേം ഓർ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽ, ഫേമോ അസോസിയേഷനോ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആരായിരിക്കും? ഒബിയസ്ലി അൾട്ടിമേറ്റ് കൺട്രോളിലുള്ള ആൾ അതിൻ്റെ പാർട്ട്ണർ ആയിരിക്കും ഒക്കുപെയർ ആയിട്ട് വരിക. ദെൻ ഇൻ ദ കേസ് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയാണ് ഫാക്ടറി എങ്കിൽ, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് ഫാക്ടറി എങ്കിൽ ആരായിരിക്കും? ഡയറക്ടർ ആയിരിക്കും ഒക്കുപെയർ ആയിട്ട് വരുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് എ ഫാക്ടറി ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ എനി അതർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ ഓണർഷിപ്പിലുള്ള ഫാക്ടറി ആണെങ്കിൽ ആരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? പേഴ്സൺ അപ്പോയിൻറ്റഡ് ടു മാനേജ് ദ അഫെയേഴ്സ് ഓഫ് ദ കമ്പനി. ആരായിരിക്കും? മാനേജറായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അയാളായിരിക്കും ഒക്കുപെയർ. ദെൻ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഷിപ്പിൻ്റെ കാര്യം, ഡോക്കിൻ്റെ കാര്യം. അതുപോലെ അങ്ങനെ ഒരു ഡോക്കിൻ്റെ കാര്യമാണ് എങ്കിൽ, ഷിപ്പിൻ്റെ എന്തെങ്കിലും ആക്ടിവിറ്റി റിലേറ്റഡ് ഡോക്കിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കുപെയർ 2 പേരാകാം. ചില കേസിൽ ഓണർ ഓഫ് ഡോക്ക് ആവാം, ചില കേസിൽ ഓണർ ഓഫ് ഷിപ്പ് ആവാം. ഏതൊക്കെ കേസിലാണ് ഓണർ ഓഫ് ഡോക്ക് ആവുന്നതെന്ന് നോക്കിയേ. ഈ സെക്ഷൻസ് നിങ്ങൾ നോക്കണ്ട, ഇത് രണ്ടെണ്ണം നോക്കിയാൽ മതി, ഇത് നോക്കണ്ട. സോ ഏതാ പറഞ്ഞിരിക്കുന്നത്? സ്യൂട്ടബിൾ ലൈറ്റിംഗ് ഓർ ഇൻ ഓർ അറൗണ്ട് ദ ഡോക്ക്. അപ്പോൾ ഡോക്കിൽ റിപ്പയർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൈറ്റ്സ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആരുടെയാണ്? ഡോക്കിൻ്റെ ഓണറിൻ്റെയാണ്. ഡോക്കിൻ്റെ ഓണറിൻ്റെയാണ്, ഷിപ്പിൻ്റെ ഓണറിൻ്റെ അല്ല. ദെൻ റിലേറ്റഡ് വർക്കേഴ്സ് എംപ്ലോയിഡ് ഓൺ സച്ച് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ആ റിപ്പയേഴ്സിനും മെയിൻ്റനൻസിന് വേണ്ടി എംപ്ലോയ് ചെയ്തിരിക്കുന്ന വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഓണർ ഓഫ് ഡോക്കിനാണ്. ലൈറ്റിങ്ങിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഓണർ ഓഫ് ഡോക്കിനാണ്. ബാക്കി എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം വരുന്നത് ഓണർ ഓഫ് ഷിപ്പിലാണ്. സോ ഡോക്കിൽ റിപ്പയറിനല്ലാത്ത ഷിപ്പിലെ വർക്കേഴ്സ് ഉണ്ട്. ഷിപ്പിലെ വർക്കേഴ്സിന് ഹെൽത്ത് കാര്യങ്ങൾ, വെൽഫെയർ കാര്യങ്ങൾ ഇതൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ഓണർ ഓഫ് ഷിപ്പിനാണ്. അയാളാണ് ഈ കേസിൽ ഒക്കുപെയർ എന്ന് പറയുന്നത്. ഇയാൾക്കായിരിക്കും പണിഷ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ വരിക. ഓണർ ഓഫ് ഷിപ്പ് എന്ന് പറയുമ്പോൾ അതിന് ഡിഫറെൻറ്റ് പേരുകളും. ഓണർ ഓഫ് ഷിപ്പ് ആവാം, അല്ലെങ്കിൽ അയാളുടെ ഏജൻ്റ് ആവാം, അല്ലെങ്കിൽ മാസ്റ്റർ ആവാം, അല്ലെങ്കിൽ അതർ ഓഫീസർ ഇൻചാർജ് ആവാം. ഡിഫറെൻറ്റ് പേരിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഓണർ ഓഫ് ഷിപ്പ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് വിത്ത് ഒക്കുപെയർ. സോ ഒക്കുപെയർ ആരാണെന്ന് അറിഞ്ഞിരിക്കണം, ബിക്കോസ് ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഒക്കുപെയർ എന്ന് പറയുന്നുണ്ട്. സോ ഇൻ റിലേഷൻ ടു ഷിപ്പ്, ഒരു ഡോക്കിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കുപെയർ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഓണർ ഓഫ് ഡോക്ക് ആവാം, ഓണർ ഓഫ് ഷിപ്പ് ആവാം. ഒരു കമ്പനി ഫോം ആണെങ്കിൽ അത് ഡയറക്ടറിനെയാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് മാനേജറിനെയാണ് പറയുന്നത്. ഫേം ആണെങ്കിൽ പാർട്ട്ണറിനെയാണ് പറയുന്നത്. 2 ഡെഫിനിഷൻ നമ്മൾ പെൻഡിങ് ഉണ്ട്. അതിൽ കമ്പീറ്റൻറ്റ് പേഴ്സണും ഹസാർഡസ് പ്രോസസ്സും അത് നമുക്ക് വഴിയെ പഠിക്കും. അല്ലെങ്കിൽ ഹസാർഡസ് പ്രോസസ്സ് ഇപ്പം മേളിൽ തന്നെ പോകാം. മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് തന്നെ ഹസാർഡസ് എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് ഹസാർഡസ് എന്ന് പറയുന്നത്. as per the definition വെച്ചാൽ മെറ്റീരിയൽ ഇമ്പയർമെൻറ്റ് ടു ദ ഹെൽത്ത് ഓർ റിസൾട്ട്സ് ഇൻ പൊല്യൂഷൻ. സോ ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടോ, എനി പ്രോസസ് ഓർ ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു എനി ഇൻഡസ്ട്രി ഇൻ ദ ഫസ്റ്റ്
ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഷെഡ്യൂളുണ്ട്. അതിനകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡസ് പ്രോസസ്സിനെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പെട്രോളിയം റിലേറ്റഡ് കമ്പനീസ്, പിന്നെ പറയുന്നത് നമ്മുടെ എന്തെങ്കിലും കെമിക്കൽ കമ്പനീസ്, കെമിക്കൽ ഫാക്ടറീസ്, കെമിക്കൽ ഇൻഡസ്ട്രീസ്, പിന്നെ ഡ്രഗ് ഇൻഡസ്ട്രി, സിമെൻറ്റ് ഇൻഡസ്ട്രി, ഇതൊക്കെ ഹസാർഡസ് ആണ്, ഡേഞ്ചർ ഇൻവോൾവ് ആണ് ആ കാര്യത്തിൽ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ചൂസ് ചെയ്യുന്നതിൻ്റെ ബേസിസ് എന്ന് വെച്ചാൽ സം പ്രോസസ് വിച്ച് മേ കോസ് ഒന്നെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ പൊല്യൂഷൻ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസിനെയാണ് ഹസാർഡസ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റീസിനാണ് ഹസാർഡസ് പ്രോസസ്സസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി പഠിക്കുക എന്താണ് ഡീറ്റെയിൽസ്. കോമ്പീറ്റൻറ്റ് പേഴ്സൺ എന്താണെന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കാം. സോ ഡെഫിനിഷൻ്റെ പോർഷൻസിൽ ഇനി ഇതും കൂടി ഒരു ഡെഫിനിഷനാണ്. ഹു ഇസ് ആൻ അഡൽട്ട്, ഹു ഇസ് എ ചൈൽഡ്, ഹു ഇസ് ആൻ അഡോളസെൻറ്റ്. അഡൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, 18 എന്ന് പറഞ്ഞൊരു ഏജ് കംപ്ലീറ്റ് ചെയ്ത ആൾ, 18 ഏജ് കംപ്ലീറ്റ് ചെയ്ത ആൾ എന്ന് പറയും, അഡൾട്ട് എന്ന് പറയും. ദെൻ ഹു ഇസ് എ ചൈൽഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 15 കംപ്ലീറ്റ് ആയിട്ടില്ല, 15 താഴെ ആണെങ്കിൽ ചൈൽഡ്. അഡോളസെൻ്റ് എന്ന് പറയുന്നത് 15 കംപ്ലീറ്റ് ആയ അന്ന് മുതൽ 18 കംപ്ലീറ്റ് ആവുന്നതിന് തലേദിവസം വരെ. ദാറ്റ് മീൻസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 15 ബട്ട് ലെസ് ദാൻ 18. ഇതിനാണ് അഡോളസെൻ്റ് എന്ന് പറയുന്നത്. ഈ ചൈൽഡിനെയും അഡോളസെൻ്റിനെയും ടുഗെദർ യങ് പേഴ്സൺസ് എന്ന് പറയും. യങ് പേഴ്സൺ ഡെഫിനിഷനാണ്. ഇനിയിപ്പോൾ താഴോട്ട് പറയുമ്പോൾ ഏജ് പറയത്തില്ല, ചൈൽഡ്, അഡൾട്ട് എന്നൊക്കെ ആയിരിക്കും പറയുക. വർക്ക് അവേഴ്സിൻ്റെ ടൈമൊക്കെ പറയുമ്പോൾ അതിനുവേണ്ടിയാണ് ഡെഫിനിഷൻ സെക്ഷനിൽ അത് തന്നിട്ടുള്ളത്. ദെൻ സോ ഡെഫിനിഷൻ്റെ പോർഷൻ കഴിച്ചു. ജസ്റ്റ് ഒരു റിവിഷൻ നോക്കാം. വേണമെങ്കിൽ സ്ക്രീൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാൻ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ റിവൈസ് ചെയ്യുക ആസ് യു ലൈക്ക്. സോ ഫസ്റ്റ് നമ്മൾ ഫാക്ടറി എന്താണെന്ന് പഠിച്ചു. ഫാക്ടറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? പ്രിമൈസസ് പ്ലസ് മാനുഫാക്ചറിങ് പ്രോസസ് പ്ലസ് വർക്കർ എന്ന് പറഞ്ഞു. വാട്ട് ഈസ് എ പ്രിമൈസ് ഇൻക്ലൂഡ് പ്രിസിങ്സ് എന്ന് പറഞ്ഞു. അതിനകത്ത് തന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആവാം, ബിൽഡിംഗ് തന്നെ ആവാം, അല്ലെങ്കിൽ ലാൻഡ് തന്നെ ആവാം. ദെൻ മാനുഫാക്ചറിങ് പ്രോസസ് നോർമലി പറയുന്ന മേക്കിംഗ്, ഓൾട്ടറിങ്, എനി ആക്ടിവിറ്റീസ് ഫോർ സെയിൽ ഡിസ്പോസൽ. അതുകൂടാതെ നമ്മൾ വെസലിൻ്റെ ഡോക്കിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ പമ്പിങ് ആക്ടിവിറ്റീസ് മാനുഫാക്ചറിങ് ആണ്. പ്രിൻറ്റിങ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, പിന്നെ നമ്മൾ എന്താ പറയുക കോൾഡ് സ്റ്റോറേജ്, ഇതെല്ലാം മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ ലിസ്റ്റിൽ പഠിച്ചു. ദെൻ വർക്കർ എന്താണെന്ന് പഠിച്ചു. വർക്കറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതാണ് ആംഡ് ഫോഴ്സ് വർക്കേഴ്സിൽ ഇൻക്ലൂഡ് ആവത്തില്ല എന്ന് പറഞ്ഞു. ദെൻ അതുകൂടാതെ വർക്കേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിച്ചു. ഫാക്ടറി ആണെങ്കിൽ വർക്കേഴ്സ് എന്താ വേണം? മോർ ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലെങ്കിൽ മോർ ദാൻ ഓർ ഈക്വൽ ടു 20 വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ, വിത്ത് ദ എയ്ഡ് ഓഫ് പവർ. ഇത്രയാണെങ്കിൽ എന്താവത്തുള്ളൂ? ഫാക്ടറി ആവത്തുള്ളൂ എന്ന് പഠിച്ചു. സോ വർക്കർ എന്ന് പറയുന്ന ആൾ എങ്ങനെയാവാം? വർക്കറിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാവാം? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഡയറക്റ്റ്ലി ആവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി പ്രിൻസിപ്പൽ എംപ്ലോയർ ആവാം. റെമ്യൂണറേഷൻ വേണം നിർബന്ധമുണ്ടോ? ഇല്ല, നോ നിർബന്ധം. ദെൻ വിത്ത് ദ നോളജ് ഓഫ് ദി പ്രിൻസിപ്പൽ എംപ്ലോയർ ആവണം നിർബന്ധമുണ്ടോ? ഇല്ല, നോളജ് ഇല്ലെങ്കിലും പ്രിൻസിപ്പൽ എംപ്ലോയർ ആണ്. ദെൻ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നവരെ മാത്രമേ വർക്കറായിട്ട് കൂട്ടത്തുള്ളൂ? ഇല്ല, ക്ലീനിങ് പ്രോസസ്സ്, എനി ആക്സിഡൻറ്റിൽ മാനുഫാക്ചറിങ്ങുമായിട്ട് എന്തെങ്കിലും കണക്ഷനോ ഇൻസിഡൻറ്റോ ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും വിളിക്കുന്ന ആളെ എന്തായിട്ട് പറയും? വർക്കറായിട്ട് പറയും. ദെൻ നമ്മൾ പഠിച്ചത് ഒക്കുപെയറിൻ്റെ ഡെഫിനിഷനാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിന് കൂടെങ്കിൽ വേണമെങ്കിൽ ഹസാർഡസ് പ്രോസസ്സും പറയാം. ഹസാർഡസ് മീൻസ് ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് വിച്ച് മേ ലീഡ്സ് ടു ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ ഹസാർഡസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ഒക്കുപെയർ ആണ് നമ്മൾ അടുത്തായിട്ട് ഡെഫിനിഷൻ പഠിച്ചത്. ഹു ഇസ് ആൻ ഒക്കുപെയർ ഇൻ ദ കേസ് ഓഫ് എ ഫേമിൻ്റെ കേസിൽ ആരായിരിക്കും ഒക്കുപെയർ? പാർട്ട്ണർ. ദെൻ കമ്പനി ആണെങ്കിൽ ആരായിരിക്കും? ഡയറക്ടർ. ദെൻ നമ്മൾ പഠിച്ചത് ഡോക്കിൻ്റെ കാര്യത്തിൽ. അതിന് മുമ്പ് നമ്മൾ ഗവൺമെൻറ് കമ്പനിയുടെ കാര്യം പഠിച്ചായിരുന്നു. ഗവൺമെൻറ് കമ്പനിയാണെങ്കിൽ ആരായിരിക്കും? മാനേജർ. ദെൻ ഡോക്കിൻ്റെ കാര്യത്തിൽ ലൈഫ്നിങ്ങിനും ഡോക്കിലെ റിപ്പയർ വർക്കേഴ്സിനും ആണെങ്കിൽ ആരായിരിക്കും? ഓണർ ഓഫ് ഡോക്കിൻ്റെ ഓണർ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ആരായിരിക്കും? ഷിപ്പിൻ്റെ ഓണർ, മാസ്റ്റർ അഥവാ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ഷിപ്പ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇതുവരെ പഠിച്ചത്. പിന്നെ അഡൾട്ടിൻ്റെ അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. സോ ഇനി പഠിക്കാനുള്ളത് ഒക്കുപെയറിൻ്റെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ്.
ഒക്കുപേർ ആരാ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ, ഹൂ ഇസ് ഹാവിങ് അൾട്ടിമേറ്റ് കൺട്രോൾ. അപ്പോൾ നമ്മൾ ഒക്കുപേറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തുടക്കത്തിൽ അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ ഒക്കുപേറിന് എന്ത് ഡ്യൂട്ടി ഉണ്ട്, ടു എൻഷുർ ദി സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വെൽഫെയർ. സോ ഡ്യൂട്ടീസ് ഓഫ് ഒക്കുപേറിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻഷുർ സേഫ്റ്റി ഹെൽത്ത് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. പിന്നെ കുറച്ച് അപ്പോയിൻമെൻറ്റ്സ്, കുറച്ചധികം ആൾക്കാരെ ഓർഗനൈസേഷനിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമില്ല. അതുപോലെ ഒക്കുപേറും കുറച്ച് ആൾക്കാരെയൊക്കെ ഓർഗനൈസേഷനിൽ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ കുറച്ച് നോട്ടീസസ്, ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് ചില നോട്ടീസസ് വായിക്കണം. ഇതെല്ലാം ഒക്കുപേറിൻ്റെ ഡ്യൂട്ടീസാണ്. ഇത് കൂടാതെ കുറച്ച് ഡ്യൂട്ടീസും കൂടെ താഴോട്ട് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്, വായിച്ചാൽ അറിയാം. സെക്കൻഡ് വൺ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലേ, ഹെൽത്ത് സേഫ്റ്റി വെൽഫെയർ ഓഫ് ദി വർക്കേഴ്സ്. പിന്നെ ഡിസ്ക്ലോസ് ഓൾ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദി ഡേഞ്ചർ. സോ ഒരാളെ എംപ്ലോയ് ചെയ്യുമ്പം എന്തെങ്കിലും ഡേഞ്ചർ അവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് മാനുഫാക്ചറിങ് ആണെങ്കിൽ ഗ്ലാസ് ഉരുക്കുന്ന മെഷീനറി അല്ലേ, അത് ഡേഞ്ചറാണ്. അവിടുത്തെ ടെമ്പറേച്ചർ അങ്ങനത്തെ പ്രശ്നം കാണും. ദെൻ അതിന് ചില കേസിൽ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് എന്തെങ്കിലും ഡേഞ്ചർ ഇൻവോൾവ് ആണെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് ഡിസ്ക്ലോസ് ചെയ്യണം എംപ്ലോയീസിനോട്. ദെൻ എമർജൻസി പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ ഒരു എമർജൻസി പ്ലാൻ റെഡി ആയിട്ടിരിക്കണം. ഒരു ഡിസാസ്റ്റർ റിക്കവറി പ്ലാൻ എന്നൊക്കെ നമ്മൾ ഓൾറെഡി എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായാൽ അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു പ്ലാൻ ഓൾവേസ് റെഡി ആയിരിക്കണം. ദെൻ അതിനു വേണ്ടി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോറേജ്, യൂസേജ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഹസാർഡസ് സബ്സ്റ്റൻസ്. എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട് എങ്കിൽ, ഒരു എക്സ്പ്ലോഷനിക്ക് ചാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അത് പ്രോപ്പർലി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ യൂസേജും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ആരുടെ മോണിറ്ററിങ്ങിലായിരിക്കണം, ഒക്യുപ്പറിൻ്റെ മോണിറ്ററിങ് ആയിരിക്കണം. സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ആണ് വിത്ത് റിഗാർഡ്സ് ടു ഹസാർഡസ് പ്രോസസ്സ്. ഹസാർഡസ് പ്രോസസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആൾക്കാർക്കും ഒക്യുപ്പയർക്കായിരിക്കും. അതുകൂടാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഹെൽത്ത് സേഫ്റ്റി വെൽഫെയർ, ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി ഓരോന്നോരോന്നായിട്ട് പഠിക്കും. എന്തൊക്കെയാണ് ഹെൽത്ത് മെഷേഴ്സ് കിട്ടേണ്ടത്, എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നോക്കണം, എന്തൊക്കെ വെൽഫെയർ മെഷേഴ്സ് നോക്കണം. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദി ഹെൽത്ത് മെഷേഴ്സ്. ഹെൽത്ത് മെഷേഴ്സിൽ ആദ്യം പറഞ്ഞേക്കുന്നത് ക്ലീൻലിനെസ്. ഒരു വർക്കറിൻ്റെ ഹെൽത്ത് ഓക്കെ ആയിട്ടിരിക്കാൻ ആദ്യമായിട്ട് എന്ത് നോക്കണം, ഇൻ ദ ഫാക്ടറിക്കുള്ള കാര്യമാണ് പറയുന്നത്. ഇൻ ഫാക്ടറി എന്ത് വേണം, ക്ലീൻലിനെസ് വേണം. ഫാക്ടറി കേട്ട ഫണ്ണിയായിട്ട് തോന്നും, പക്ഷേ ഇത്ര കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഫാക്ടറി ഡെയിലി ക്ലീൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പിന്നീട് വായിച്ച് നോക്കിയാൽ മതി, ഇത് ടെക്സ്റ്റിലെ സെയിം വേർഡിങ്സ് ആണ്. ദെൻ എവറി വീക്ക്ലി എന്ത് ചെയ്യണം, വീക്ക്ലി ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. ദെൻ അറ്റ്ലീസ്റ്റ് ഇൻ എ പീരീഡ് ഓഫ് 14 months കൂടുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, കളർ വാഷ്, നമ്മുടെ വൈറ്റ് വാഷ്, കളർ വാഷ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, കളർ വാഷ് അഥവാ വൈറ്റ് വാഷ് 14 months കൂടുമ്പോഴെങ്കിലും അടിക്കണം. ദെൻ പെയിൻറ്റിങ് എത്ര നാൾ കൂടുമ്പോൾ ചെയ്യണം, 5 years കൂടുമ്പോൾ പെയിൻറ്റിങ് ചെയ്യണം. പിന്നെ പറഞ്ഞത് പെയിൻറ്റ് ചെയ്ത് ഓൾറെഡി നല്ല പെയിൻറ്റ് ചെയ്ത് വെച്ചതാണെങ്കിൽ വാഷ് ചെയ്യണം. പെയിൻറ്റ് നല്ല സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അത് 14 months കൂടുമ്പം കറക്റ്റായിട്ട് അത് വാഷ് ചെയ്യണം ഫാക്ടറി. ദെൻ ഡോറും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഡോറ്, ജനൽ, വിൻഡോസ്, അതൊക്കെ ആണെങ്കിൽ കളർ വാഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ലല്ലോ, അത് കറക്റ്റ് 5 years കൂടുമ്പം പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും കാര്യങ്ങൾ എവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ലീൻലിനെസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമാണ് കേട്ടോ, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി കേസ് എടുക്കാൻ പറ്റും. ബിക്കോസ് ദീസ് ആർ സംതിങ് റിലേറ്റഡ് ടു ദ ക്ലീൻലിനെസ് ഓഫ് ദി ഫാക്ടറി. അല്ലെങ്കിൽ ഇത്രയും ചെയ്തില്ല എങ്കിൽ വർക്കറിൻ്റെ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കത്തില്ല എന്നാണ് നമ്മുടെ ആക്ട് പറയുന്നത്. സോ എന്തൊക്കെയാണ്, ഡെയിലി ക്ലീൻ ചെയ്യണം, വീക്ക്ലി ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം, വൈറ്റ് വാഷ് ഓർ കളർ വാഷ് ആണെങ്കിൽ അത് 14 മാസം കൂടുമ്പോൾ അടിക്കണം, പെയിൻറ്റിംഗ് ആണെങ്കിൽ 5 വർഷം കൂടുമ്പോൾ, ഡോറും പെയിൻറ്റിങ് 5 വർഷം കൂടുമ്പോൾ, ദെൻ പെയിൻറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടിരിക്കുന്ന സർഫസ് ആണെങ്കിൽ 14 ദിവസം കൂടുമ്പോൾ അത് വാഷ് ചെയ്യുകയോ വാർണിഷ് ചെയ്തതാണെങ്കിൽ റീവാർണിഷിംഗ് ഒക്കെ ചെയ്യുകയോ ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് ഹെൽത്ത് മെഷർ എന്ന് പറയുന്നത് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്സ് ആൻഡ് എഫ്ലുവൻറ്റ്. അത് ഇന്ന് പ്രത്യേകിച്ച് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടൊന്നുമില്ല. ഇഫക്റ്റീവ് അറേഞ്ച്മെൻറ്റ്സ് അല്ലേ, വേസ്റ്റും എഫ്ലുവൻസ് മീൻസ് ലിക്വിഡ് വേസ്റ്റും എന്താണ് ലിക്വിഡ് വേസ്റ്റ്,
പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഇഫക്റ്റീവ്ലി ആർക്കും ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാകാത്ത പോലെ. തൊട്ടപ്പുറത്തുള്ള തോട്ടിലോട്ടും പുഴയിലോട്ടും ഒന്നുമല്ല, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ റെസ്റ്റ് റൂംസിൻ്റെ തൊട്ടുപുറയിലെ കുഴിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവർക്ക് ഇഫക്റ്റീവ്ലി ആർക്കും ഒരു പ്രോബ്ലം ഉണ്ടാവാത്ത രീതിയിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. ഞാൻ പറയുന്നത് വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചില മെഷീനറി ഉണ്ട് ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ എമിറ്റ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഹോട്ട് മെഷീനറീസ് വരും അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹോട്ട് മെഷീനറീസിനെ സെപ്പറേറ്റ് ചെയ്യണം. എംപ്ലോയീസിന് ആ ഹോട്ട് ഫീൽ ചെയ്യാത്തതുപോലെ അല്ലെങ്കിൽ ആ ഹീറ്റ് ഫീൽ ചെയ്യാത്തതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ആ ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ. അതിവിടെ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് പോയിന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രോഡക്റ്റ് ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ സെപ്പറേറ്റിംഗ് ദെയർ പ്രോസസ് from the work room by insulating the hot parts. ഹോട്ട് പാർട്സ് വേറെ, ഹോട്ട് സ്പാട്ട് സെപ്പറേറ്റ് ചെയ്ത് വർക്കേഴ്സിന് പ്രശ്നം വരരുത്. ദെൻ ഈ നോർമലി ടെമ്പറേച്ചർ കൂടുതലുള്ളതാണെങ്കിൽ തന്നെ എന്ത് വേണം, സർക്കുലേഷൻ ഓഫ് എയർ സർക്കുലേഷന് വേണ്ടി വെന്റിലേറ്റർ പോലുള്ള ഫെസിലിറ്റീസ് എല്ലാം ഫാക്ടറിക്കുള്ളിൽ അറേഞ്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ദെൻ ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ഗ്യാസസോ ഒത്തിരി ഡസ്റ്റ്, ഇപ്പോൾ നമ്മുടെ പേപ്പർ മാനുഫാക്ചറിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഒത്തിരി ഡസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻഹലേഷൻ ഉണ്ടാവാൻ പാടില്ല. വർക്കേഴ്സ് അത് ഇൻഹെയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് വേണം, എക്സ്ഹോസ്റ്റ് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടാവണം. വർക്കേഴ്സിന് ആ ഗ്യാസ് ഡസ്റ്റും ഫ്യൂംസും കൊണ്ട് ഒരു പ്രോബ്ലമും ഉണ്ടാവാതെ ആര് നോക്കണം, ഒക്കുപെയർ നോക്കണം. ദെൻ ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ. സോ ഒരു ഹ്യൂമിഡിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇത്രയും ഹ്യൂമിഡിറ്റി ആണ് നോർമൽ എന്ന് പറഞ്ഞിട്ട്. അതിന് താഴോട്ടോ മേലോട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ ആ ഒരു അഡീക്വേറ്റ് വെന്റിലേഷനും കൂളിംഗ് സിസ്റ്റമും വഴി, ഇവിടെ എയർ കണ്ടീഷനിങ്ങും വെന്റിലേഷനും ഒക്കെ വഴി നമ്മൾ എന്ത് വേണം, അഡീക്വേറ്റ് കൂളിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് ആ ഹ്യൂമിഡിറ്റി ലെവൽ സ്റ്റാൻഡേർഡ് ഹ്യൂമിഡിറ്റി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആർട്ടിഫിഷ്യലി ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ നോക്കണമാണ് പറയുന്നത്, യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യലി ഇൻക്രീസിങ് ദി ഹ്യൂമിഡിറ്റി ഇൻ ദി എയർ. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഓവർ ക്രൗഡിങ്. അത് ഇച്ചിരി കൂടെ ഓർത്തിരിക്കാൻ സുഖമുള്ള സാധനമാണ്. ലൈക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് 14 ക്യൂബിക് മീറ്റേഴ്സ്, എത്രയാണ് 14.2 ക്യൂബിക് മീറ്റേഴ്സ് സ്പേസ് എങ്കിലും ഒരാൾക്ക് വേണം. എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് ഓഫ് 14.2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 2ൻ്റെ 8ൻ്റേത് 2 ഒരു 27ൻ്റെ വെയിറ്റ് അല്ലേ, കറക്റ്റ് കിട്ടത്തില്ല. ഇത് മേ ബി പറഞ്ഞാൽ നമുക്കൊരു 2.5 മീറ്റേഴ്സിന് എടുക്കാം. എന്ന് വെച്ചാൽ ഒരാൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് 2.5 മീറ്റേഴ്സ്, അയാളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല വർക്ക് സ്പേസിൽ. ഇങ്ങോട്ട് 2.5 മീറ്റേഴ്സ്, അയാളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ദെൻ ഇങ്ങോട്ട് അത്രയും വരുമോ, ഇല്ല, ഇയാളുടെ സറൗണ്ടിങ് ഏരിയയും മേലോട്ടും കൂടി. എനിവേ 14 ക്യൂബിക് മീറ്റേഴ്സ് എന്ന് പറയുന്ന അയാളുടെ ഏരിയയ്ക്ക്, ആ അയാളുടെ വർക്ക് സ്പേസ് എൻ്റെ ഏരിയയോട്ട് ആരും കൈ കടത്താൻ വരില്ല. ഇനിയിപ്പം നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ എംപ്ലോയി ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം 14 ക്യൂബിക് മീറ്റർ എൻ്റെ സ്പേസാണ്, അതിനകത്തോട്ട് ആരും കൈ കടത്താൻ പാടില്ല. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ അത് നിൻ്റെ തൊട്ടടുത്ത് വന്നാലും നിന്നാൽ യു ക്യാൻ ഗോ അല്ലേ, ഫാക്ടറീസ് ആക്ടിൻ്റെ വയലേഷൻ ആണെന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗോ ടു കോർട്ട്. എനിവേ സോ ഓവർ ക്രൗഡിങ് പാടില്ല. ഒരു നോർമലി നമ്മൾ ഒരു ആവറേജ് കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഓവർ ക്രൗഡിങ്, ആൾക്കാർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് വർക്ക് സ്പേസ് വേണം, ഒത്തിരി പേരെ കുത്തി നിറച്ചുകൊണ്ട് ഫാക്ടറിക്കുള്ളിൽ വർക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ലൈറ്റിങ്ങിൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വെൽഡിങ് പോലുള്ള പ്രോസസ്സൊക്കെ നടക്കുകയാണെങ്കിൽ ഒത്തിരി ഗ്ലെയറൊക്കെ ഉണ്ടാവും, അത് കണ്ണിനൊക്കെ ചീത്തയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതുമല്ല, ചിലപ്പം നമ്മൾ സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു മൈക്രോ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണ് അവിടെ ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ ലൈറ്റിംഗ് ഇല്ലെങ്കിൽ അതും ഐ സ്ട്രെയിൻ അങ്ങനെ പോലുള്ള റിസ്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എന്താ പറഞ്ഞത്, പ്രിവെൻഷൻ ഓഫ് ഗ്ലെയർ, അതിന് വേണ്ട സിസ്റ്റംസ് അവിടെ വേണം. ദെൻ ഐ സ്ട്രെയിനോ റിസ്ക് ഓഫ് ആക്സിഡൻറ്റ്സ് ടു എനി വർക്കേഴ്സോ അവോയ്ഡ് ചെയ്യണം. സോ എന്താണ് പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് സിസ്റ്റം, ഓർഗനൈസേഷനിൽ എന്താണോ ആ ഫാക്ടറിയിൽ എന്ത് പ്രോസസ്സാണോ നടക്കുന്നതിന് അതിനനുസൃതമായിട്ടൊരു പ്രോപ്പർ ലൈറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ദെൻ ഡ്രിങ്കിങ് വാട്ടർ നിർബന്ധമാണ്. സഫിഷ്യൻറ്റ് എമൗണ്ടിൽ ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ ആക്കണം, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ചുമ്മാ വെള്ളമൊന്നും കൊടുത്താൽ പോലെ എന്ത് കൊടുക്കണം, കൂൾ ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കണം. നല്ല മഴയുള്ളപ്പോൾ കൊടുക്കണ്ട, എപ്പോൾ കൊടുക്കണം, ഇൻ ഹോട്ട് വെതറിൻ്റെ സമയത്ത് എന്ത് കൊടുക്കണം, കൂൾ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. ഹൈലൈറ്റർ ഉപയോഗിച്ച് നോക്കിയാലോ, ഹോട്ട് വെതറിൻ്റെ സമയത്ത് കൂൾ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. കൂൾ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം. ഇനി എങ്ങനെ വെക്കണം, ഷാൽ ബി അവേ 6 meters away ഫ്രം ദി വാഷിംഗ് പ്ലേസ്, യൂറിനൽ, ലാറ്ററൽ സ്പിറ്റൂൺസ് ആൻഡ്
ഓപ്പൺ ഡ്രെയിൻ. അപ്പോൾ ഡ്രെയിനേജിൻ്റെയും വാഷിൻ്റെ അടുത്തൊന്നും പാടില്ല. എവിടെ വെക്കണം? 6 meters എങ്കിലും. നമ്മുടെ വാഷ്റൂം എവിടെയാണെങ്കിൽ ഇത്രയും 6 meters എങ്കിലും മാറ്റി മാത്രമേ എന്ത് വെക്കാൻ പാടുള്ളൂ? നമ്മുടെ ഡ്രിങ്കിങ് ഫെസിലിറ്റി വെക്കാൻ പാടുള്ളൂ. ദെൻ അടുത്തത് ലാട്രിൻ. ഓഫ് കോഴ്സ് ഒരാളുടെ ഹെൽത്തിൽ ഇതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. സോ യൂറിനൽസ് ആൻഡ് ലാട്രിൻസ് ഇല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഹെൽത്തിൻ്റെ കാര്യം വളരെ പ്രശ്നമാണ്. എങ്ങനെ വെക്കണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? സെപ്പറേറ്റ്ലി ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ. ദെൻ ചുമ്മാ പേരിന് വെച്ചിട്ട് പോയാൽ മതി. അത് ലൈറ്റഡ് ആയിരിക്കണം, പ്രോപ്പർലി എയർ സർക്കുലേഷനുള്ള വെന്റിലേഷൻ വേണം, ആൻഡ് അത് ക്ലിയർ ആയിരിക്കണം, സാനിറ്ററി കണ്ടീഷൻസ് അറ്റ് ഓൾ ടൈംസ്, അത് ക്ലീൻ ചെയ്തേക്കണം. ദെൻ സ്വീപ്പറിനെ വെക്കണം. എപ്പോഴാണ് സ്വീപ്പറിനെ വെക്കേണ്ടത്? മോർ ദാൻ 250 എംപ്ലോയീസ് ഉണ്ട് എങ്കിൽ. സോ മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? സ്വീപ്പറും നിർബന്ധമാണ്. ദെൻ പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതൊക്കെ ഓർത്തിരിക്കാം. ഗ്ലേസ്ഡ് ടൈൽ ഉണ്ടാവണം, സ്മൂത്ത് പോളിഷിംഗ് സർഫസിന് വേണം, ഷാൽ ബി വാഷ്ഡ് ആൻഡ് ക്ലീൻഡ് വൺസ് ഇൻ എവറി 7 days. അപ്പോൾ ഈ സ്വീപ്പർ ഇത് എപ്പോഴൊക്കെ ക്ലീൻ ചെയ്യണം? എവറി 7 days ഈ സ്വീപ്പർ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. ദെൻ സ്പിറ്റൂൺസ്. സ്പിറ്റൂൺസ് എന്ന് പറഞ്ഞാൽ ടുബാക്കോ ഒക്കെ ച്യൂ ചെയ്യുന്നവർക്ക് വേണ്ടിയായിരിക്കും, അല്ലാത്ത ആൾക്കാർക്കും വേണമെങ്കിൽ സ്പീറ്റ് ചെയ്യായിരിക്കും. എനിവേ സ്പീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം സഫീഷ്യൻ്റ്ലി. എനിക്ക് പ്രത്യേകിച്ച് എണ്ണമൊന്നും പറഞ്ഞിട്ടില്ല, സഫീഷ്യൻ്റ് വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു സഫീഷ്യൻ്റ് എമൗണ്ടിൽ, അല്ലെങ്കിൽ എവിടെയായിരുന്നു? ഇവിടെ അല്ലേ, ഇഫക്റ്റീവ് അറേഞ്ച്മെൻറ്റ്സ് നടത്തണം. അതിൻ്റെ കാര്യത്തിലും അത്രയും തന്നെയുള്ളൂ. ഇഫക്റ്റീവ് അറേഞ്ച്മെൻറ്റ്സ് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ 10 story ബിൽഡിംഗ് ആണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ മാത്രം കൊണ്ട് വെച്ചാൽ മതിയോ? പറ്റില്ല. എഫക്റ്റീവ് അത് എല്ലായിടത്തും വേണം. ഇനിയിപ്പം ഏരിയ കൂടുതലുള്ളതാണെങ്കിൽ ഒരു 4 corners അങ്ങനെയൊക്കെ ഡ്രിങ്കിങ് വാട്ടർ വെക്കണം. അതുപോലെ സ്പിറ്റൂൺസിൻ്റെ കാര്യമാണെങ്കിലും വാഷ്റൂംസിൻ്റെ കാര്യമാണെങ്കിലും ദെൻ വെന്റിലേഷൻ, വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം ഇഫക്റ്റീവ്ലി വേണം. നമ്മുടെ വേസ്റ്റ് ബിൻ ഡിസ്പോസലിൻ്റെ കാര്യമൊക്കെ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള വേസ്റ്റ് ബിൻസ് അതും എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാ സ്ഥലങ്ങളിലും വെക്കണം. ഇതാണ് എംപ്ലോയിയുടെ ഹെൽത്ത് മെഷേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് തന്നെത്താനെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഒരു എംപ്ലോയി ആണ് നിങ്ങൾ ഓർഗനൈസേഷനിൽ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ആയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഒരു ഇൻസ്പെക്ട് ചെയ്യാൻ പോവുകയാണ്. എംപ്ലോയിയുടെ ഹെൽത്ത് മെഷേഴ്സ് എല്ലാം ആ ഓർഗനൈസേഷനിൽ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും കറക്റ്റായിട്ട്? ആദ്യം ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ഫാക്ടറി ക്ലീൻ ആണോ എന്ന് നോക്കും, അല്ലേ, ക്ലീൻലിനെസ് ഉണ്ടോ എന്ന് നോക്കും. ദെൻ എയർ സർക്കുലേഷൻ ഉണ്ടോ? പിന്നെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഹോട്ട്സ്പോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, യൂറിനൽസിൻ്റെയും യൂറിനൽസിൻ്റെയും വാഷ്റൂംസിൻ്റെ ഇടയ്ക്ക് ഇത്ര 6 meters ആ നീളം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. ദെൻ എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസിങ് സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ 14.2 അറിയാമായിരുന്നോ, അത്രയും സ്പേസ് എംപ്ലോയീസിന് അവിടെ വർക്ക് ചെയ്യാനുണ്ടോ. ദെൻ സ്പിറ്റൂൺസ് ഉണ്ടോ, ഡസ്റ്റ് വെള്ളം വരുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി മാസ്കോ എന്താണെന്ന് വെച്ചാൽ അതവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പർ ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യും, അല്ലേ. സോ ഹെൽത്ത് മെഷേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വരുന്ന, നമ്മുടെ ഗ്ലാസ് ഫാക്ടറിയിലുള്ള ഹെൽത്ത് കണ്ടീഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വരുന്ന ഒരു ഇൻസ്പെക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ ഇൻസ്പെക്ടർ പൊതുവെ ചെക്ക് ചെയ്യുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഹെൽത്ത് മെഷേഴ്സിൻ്റെ ലിസ്റ്റ് വരും. അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ദെൻ ഹെൽത്ത് മെഷേഴ്സ് കഴിഞ്ഞു. ഇനി സേഫ്റ്റി മെഷേഴ്സ്. സേഫ്റ്റി മെഷേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? ഇത് നോക്കാതെ തന്നെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കിക്കോ. ഒരു സേഫ്റ്റി ഓഫീസർ അങ്ങോട്ട് കയറി വന്നു. ആ ഓർഗനൈസേഷനിൽ ഹെൽത്ത് നോക്കുന്ന ഒരു ഡോക്ടർ ടൈപ്പുള്ള ഒരാളാണെങ്കിൽ സേഫ്റ്റി നോക്കുന്നത് വേറൊരു ആളായിരിക്കും. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർഗനൈസേഷൻ സേഫ് ആണോ എന്നെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒരു ഫാക്ടറിയിൽ അപ്പോയിൻറ്റഡ് ആകുമ്പോൾ നിങ്ങൾ പേടിയാണ്, നിങ്ങളൊരു ഗ്ലാസ് മാനുഫാക്ചറിങ് ഫാക്ടറി നമ്മൾ പറഞ്ഞ പോലെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വലിയ നമ്മുടെ അയൺ റോഡ്സ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾക്ക് ഉരുക്കി വേറെ എന്തെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെങ്കിൽ അവിടെ എപ്പോഴും ചൂടും മൊത്തത്തിലൊരു തീയും ഫ്ലെയിംസും ഒക്കെ ആയിട്ടൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരിക്കും. സോ ഹസാർഡസ് ആവുന്ന കേസിലാണ് സേഫ്റ്റി കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നിങ്ങൾ സേഫ് ആണോ എന്നുള്ള കാര്യമായിരിക്കും. സോ എന്തൊക്കെ സേഫ്റ്റി കാര്യങ്ങളായിരിക്കും നിങ്ങൾ നോക്കുക? ഒന്നാമത് ഈ പറയുന്ന പോലെ ബേൺ ചെയ്യാനുള്ള മിഷനറി ഇതൊക്കെ എടുത്ത് പ്രോപ്പറായിട്ടൊരു ഫെൻസിങ് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ മിഷനറിയുടെ തൊട്ടടുത്തോട്ട് പോകാതിരിക്കാനോ കാല് സ്ലിപ്പായി വീഴാതിരിക്കാനോ. പിന്നെ നമുക്ക് ആദ്യം ഗ്ലാസ് മാനുഫാക്ചറിങ് തന്നെ എടുക്കാം. അവിടെ ചെല്ലുമ്പോൾ പിന്നെ എന്താ നമ്മൾ നോക്കുന്നത്? ഗ്ലാസ് മാനുഫാക്ചറിങ് ചെയ്യുന്ന ഫാക്ടറിയുടെ ഫ്ലോറിംഗ് സിസ്റ്റം എങ്ങനെയുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും, അല്ലേ. ടൈലൊക്കെ ഇട്ട ഫ്ലോർ ആണെങ്കിൽ പിന്നെ പറയണോ, ഇപ്പോൾ കുപ്പിച്ചില് വീണ് പൊട്ടി നമ്മൾ അതിനകത്തുനിന്ന് പറഞ്ഞ് പിന്നെ സ്ലിപ്പറി ഫ്ലോറൊന്നും ആയിരിക്കില്ല, ഗ്രിപ്പുള്ള ഫ്ലോറൊക്കെ ആയിരിക്കണം നോക്കണം. ദെൻ ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതിനെ നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റിക്ക് നോക്കും. ഇനി അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സേഫ്റ്റി ഒന്ന് വായിച്ച് നോക്കിയാൽ എന്താണ്
ഫെൻസിങ് ഓഫ് മിഷനറി, നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷനറിക്ക് ചുറ്റും ഫെൻസിങ് മീൻസ് മതിൽ കെട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ദെൻ മിഷനറി ഇൻ മോഷൻ, മൂവ് ചെയ്യുന്ന മിഷനറി ആണെങ്കിൽ അതിൻ്റെ അടിയിൽ അതിൻ്റെ തൊട്ടടുത്തോ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വെഹിക്കിളൊക്കെ ഡിമോളിഷ് ചെയ്യുന്നൊക്കെ ഫാക്ടറി കാണുമല്ലോ, അപ്പോൾ നമുക്കൊരു ക്രെയിൻ സിസ്റ്റം കാണുമല്ലേ വെഹിക്കിളിലേക്ക് പൊക്കി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ ആ ഒരു വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതിൻ്റെ സ്ഥിരമായിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ കാണും. അതിൻ്റെ അടിയിൽ കൊണ്ടൊരു സെക്യൂരിറ്റി ഓഫീസറിൻ്റെ ബിൽഡിംഗ് റൂം കൊണ്ടുവച്ചേക്കാന്ന് വെച്ചോ, അതൊക്കെ എന്ത് സേഫ്റ്റിയാണ് അവിടെ ഉള്ളത്? ഇല്ല. സോ മിഷനറി ഇൻ മോഷൻ്റെ നിയർ ഓർ നിയർ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടോ? ദെൻ യങ് പേഴ്സൺസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷനറീസ് ആണെങ്കിൽ ആസ് പെർ ദി ആക്ടിൽ പറഞ്ഞിരിക്കുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അതിൽ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ യങ് പേഴ്സൺ എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള യങ് പേഴ്സണിനെ ഡേഞ്ചറസ് മിഷനറിയുടെ വർക്കിങ്ങിന് വേണ്ടി എംപ്ലോയ് ചെയ്തിട്ടുണ്ടോ? ദെൻ സെൽഫ് ആക്ടിങ് മെഷീൻസ്, അങ്ങനെയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെയോ സോഫ്റ്റ്വെയറിൻ്റെയോ മാൽഫങ്ഷൻ മൂലം ചിലപ്പോൾ അത് പ്രോപ്പർ അല്ലാതെ ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കേസിൽ സേഫ്റ്റി എൻഷുർ ചെയ്യണം. ദെൻ കേസിങ് ഇൻ കേസ് ഓഫ് ന്യൂ മിഷനറി, പുതിയ മിഷനറിയുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല അത് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുമെന്ന്. സോ സ്പെഷ്യൽ കെയർ അവിടെ വേണം. ദെൻ പ്രൊഹിബിഷൻ ഓഫ് വുമൺ ഓർ ചിൽഡ്രൻ നിയർ കോട്ടൺ ഓപ്പണേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കോട്ടൺ പ്ലാന്റിൻ്റെ സീഡില്ലേ ഇങ്ങനെ വരുന്നത്, ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് എന്നിട്ട് കോട്ടൺ ആയിട്ട് മാനുഫാക്ചർ ചെയ്തു പോകുന്ന സ്റ്റെപ്സിൽ വരുന്ന ഒരു മിഷനറിയാണ്. അവിടെ ചിൽഡ്രനും വുമനും എംപ്ലോയ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഡോണ്ട് നോ വൈ ആക്ച്വലി, ബട്ട് അത് പ്രൊഹിബിറ്റഡ് ആണ്. ആ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ലിഫ്റ്റിംഗ് മെഷീൻ ചെയിൻസ് ഓപ്പൺ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാറൊക്കെ ലിഫ്റ്റ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ കെയർ വേണം. ദെൻ റിവോൾവിംഗ് മെഷീനറി ഉണ്ടെങ്കിൽ അതും ഡേഞ്ചർ ഇൻവോൾവ് ആണ്. ഫ്ലോർ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ക്ലേസിങ് ഫാക്ടറിയുടെ നേച്ചർ അനുസരിച്ച് ഫ്ലോറിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കണം. പിറ്റ് സംസ് ഓപ്പണിംഗ് ഇൻ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ എന്തെങ്കിലും ചില കുഴികൾ അല്ലെങ്കിൽ ഒരു മെഷീനറിയോ എന്തെങ്കിലുമൊക്കെ ഇറക്കി വെക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു കുഴി അങ്ങനെ തുറന്നാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള കെയർ, അതിന് ചുറ്റും ഫെൻസിങ്ങോ എന്തെങ്കിലും. ദെൻ എക്സസീവ് ആയിട്ടുള്ള വെയ്റ്റ്സ് ഓവർലോഡിങ് മിഷനറിയിൽ വന്നാൽ മിഷനറി ഇംപ്രോപ്പറായിട്ട് ആക്ട് ചെയ്യും. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ഉണ്ടോ, പ്രിക്വേഷൻ അഗൈൻസ്റ്റ് ഡേഞ്ചറസ് ഫ്യൂംസ്, പ്രിക്വേഷൻ റിഗാർഡിംഗ് ദ യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്, ദെൻ എക്സ്പ്ലോഷൻ ഫ്ലെയിംസ് ഫയറിൻ്റെ കേസിൽ, ദെൻ സേഫ്റ്റി ഓഫ് ദി ബിൽഡിംഗ് ആൻഡ് മിഷനറി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇത് അങ്ങോട്ടും ഓവർലാപ്പ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ആൻസർ എഴുതുമ്പോൾ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന മോഡിൽ എഴുതിയാൽ മതി. ദെൻ സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീനറി. സോ ഹൈലി വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീനറിയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ജാംബാവൻ്റെ കാലത്തൊരു ബിൽഡിങ് അത് പറ്റുമോ? ഇല്ല. ബിൽഡിംഗ് മസ്റ്റ് ബി ഇൻ എ ഗുഡ് കണ്ടീഷൻ. മിഷനറിയുടെ കണ്ടീഷനും വെയ്റ്റും അതിൻ്റെ ഔട്ട്പുട്ടും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ കണ്ടീഷനും അത്രത്തോളം നല്ലതായിരിക്കണം. അതിനനുസരിച്ചുള്ള ബിൽഡിംഗ് ആയിരിക്കണം, എന്നാലേ അതെന്താവത്തുള്ളൂ, സേഫ് ആവത്തുള്ളൂ. ദെൻ ബിൽഡിംഗ് അങ്ങനെ ആയാൽ പോലെ അത് പ്രോപ്പർലി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ദെൻ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോയിൻമെൻറ്റ് ഓഫ് സേഫ്റ്റി ഓഫീസർ. ആരെ അപ്പോയിൻറ്റ് ചെയ്യണം? സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ട്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്? ഓഡിറ്റർ, ഇൻറ്റേർണൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ കമ്പനിയിലെ വർക്കേഴ്സ് സേഫ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ ആരെ അപ്പോയിൻറ്റ് ചെയ്യണം? സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആരും അപ്പോയിൻറ്റ് ചെയ്യും? നമ്മുടെ ഒക്കുപ്പയറിൻ്റെ ഡ്യൂട്ടിയാണ് സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എപ്പോഴും അപ്പോയിൻറ്റ് ചെയ്യും? മോർ ദാൻ 1000 എബോവ് എംപ്ലോയീസ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ആരെ ഉറപ്പായിട്ടും അപ്പോയിൻറ്റ് ചെയ്യണം? സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. പിന്നെ ഹസാഡസ് ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഹസാഡസ് എന്ന്. ഹസാഡസ് പ്രോസസ്സ് ആണെങ്കിൽ ഫാക്ടറിയിൽ നടക്കുന്നതെങ്കിലും ആരെ അപ്പോയിൻറ്റ് ചെയ്യണം? സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദിസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്, അപ്പോയിൻമെൻറ്റ് ഓഫ് സേഫ്റ്റി ഓഫീസർ. സോ ഒന്ന് സ്ക്രീനിൽ നോക്കാതെ തന്നെ ഒന്ന് നോക്കിയാൽ എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് എന്ന്. ഒന്ന് മിഷനറിയുടെ ഫെൻസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ പേഴ്സൺസിനെ ഡേഞ്ചറസ് മിഷനറിക്കകത്ത് വെക്കരുതെന്ന് പറഞ്ഞു. സെൽഫ് ആക്ടിങ് മെഷീനും സ്പെഷ്യൽ കെയർ വേണം. ന്യൂ മിഷനറിക്കും സ്പെഷ്യൽ കെയർ വേണം. പിന്നെ വുമണും ചിൽഡ്രനും എന്തിനധികം പാടില്ല? കോട്ടൺ ഓപ്പണേഴ്സിന് അധികം പാടില്ല. പിന്നെ ലിഫ്റ്റ് ചെയ്യുന്ന മിഷനറി ആണെങ്കിൽ സ്പെഷ്യൽ കെയർ വേണം. ദെൻ റിവോൾവിംഗ് മിഷനറി ആണെങ്കിൽ പിന്നെ ഫ്ലോറിൽ കുഴിയുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഫ്യൂംസ് ഉണ്ട്, ഫ്യൂംസോ ടോക്സിക് ഗ്യാസസോ വരുന്നുണ്ടോ, ഐ പ്രൊട്ടക്ഷൻ ഉണ്ടോ, ദെൻ എന്താ പറയുന്നത് എക്സ്പ്ലോസീവോ ഇൻഫ്ലേമബിൾസോ ഉണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. ദെൻ എന്താ പറയുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ കാര്യം, പ്രോപ്പർലി മിഷനറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിൽഡിംഗ് സിസ്റ്റം വേണം. ദെൻ അത് പ്രോപ്പർലി ആ ബിൽഡിങ് ഹെൽത്തി ആയിട്ട് തന്നെ ആ ബിൽഡിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് സേഫ്റ്റി ഓഫീസർ. ഇത്രയും കാര്യങ്ങളാണ് സേഫ്റ്റി മെഷേഴ്സിൽ ഒരു ഒക്കുപ്പയർ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ആ ഓർഗനൈസേഷനിൽ നോക്കുന്നുണ്ട്, പക്കാണെന്ന് ആര് എൻഷുർ ചെയ്യണം? ഒക്കുപ്പയർ എൻഷുർ ചെയ്യണം. സോ നമ്മൾ ഓൾറെഡി എംപ്ലോയീസിൻ്റെ ഹെൽത്ത് മെഷേഴ്സ് കണ്ടു, സേഫ്റ്റി മെഷേഴ്സ് കണ്ടു, ദെൻ വെൽഫെയർ മെഷേഴ്സ്.
വെൽഫെയർ മെഷേഴ്സിനകത്ത് പറയുന്നത് ഇച്ചിരി കൂടെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മെഷേഴ്സ് ആക്ച്വലി വെൽഫെയർ മെഷേഴ്സ് ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ മൊത്തം വായിക്കേണ്ട, നിങ്ങൾ പിന്നെ വായിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ വായിക്കണമെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ച് നോക്കുക. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു പോകാം. ആക്ച്വലി എന്താ പറഞ്ഞിരിക്കുന്നത്, വാഷിംഗ് ഫെസിലിറ്റി വേണം. എങ്ങനെ വേണം? മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ് വാഷ് ചെയ്യാൻ വേണം. ഇത് ഉദ്ദേശിക്കുന്നത് അവിടെ താമസിക്കുന്ന എംപ്ലോയീസിനായിരിക്കുന്നില്ല, എംപ്ലോയീസിൻ്റെ വർക്ക് ഡ്രസ്സ് ഇല്ലേ, വർക്ക് ഡ്രസ്സ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ വേണം. വാഷ് ചെയ്താൽ മാത്രം പോരാ, ക്ലോത്ത് ഡ്രൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസും വേണം. ദെൻ ഒരുപാട് നേരം സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കേണ്ടി വരുന്ന, അത് ക്യാഷ് എന്തെങ്കിലും കൗണ്ടറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കേണ്ടി വരുന്ന എംപ്ലോയി ആണെങ്കിൽ അവർക്ക് സിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു റെസ്റ്റിംഗ് ഉള്ള സമയവും അതിനുള്ള ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യണം. ദെൻ ഫസ്റ്റ് എയ്ഡ് അടുത്ത പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് എയ്ഡ് വേണം. ഏത് കേസിലാണ് ഫസ്റ്റ് എയ്ഡ് വേണ്ടത്? ഫസ്റ്റ് എയ്ഡ് പെർ 150 വർക്കേഴ്സ്. ഓരോ 150 വർക്കേഴ്സിനും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, 1 ഫസ്റ്റ് എയ്ഡ് ബോക്സ് പെർ 150 വർക്കേഴ്സ് എന്ന് പറഞ്ഞ് വേണം. ദെൻ മോർ ദാൻ 500 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ആംബുലൻസ് ഫെസിലിറ്റി മസ്റ്റ് ബി ദെയർ. ആംബുലൻസ് ഫെസിലിറ്റി മസ്റ്റ് ബി ദെയർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്യാൻറ്റീൻ. മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ക്യാൻറ്റീൻ ഫെസിലിറ്റി വേണം. അത് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെൻഡിച്ചർ ഇൻ റണ്ണിങ് ദ ക്യാൻറ്റീൻ മസ്റ്റ് ബി ബോൺ ബൈ ദി എംപ്ലോയർ. ആരാ? ക്യാൻറ്റീൻ റൺ ചെയ്യുന്നതിൻ്റെ റെൻറ്റ് പോലുള്ള എക്സ്പെൻസസ് ഇല്ല, അത് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല, ഇല്ല, എംപ്ലോയർ തന്നെ നോക്കിക്കോണം. ദെൻ പിന്നെന്താ പറഞ്ഞത്? ഷെൽട്ടർ, റെസ്റ്റ് റൂംസ്, ലഞ്ച് റൂംസ്. മോർ ദാൻ 150 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ലഞ്ചിനും റെസ്റ്റ് റൂംസും ഒക്കെ സെപ്പറേറ്റ് വേണം. അതെങ്ങനെ വേണം? ലൈറ്റഡ് ആയിരിക്കണം, വെന്റിലേറ്റഡ് ആയിരിക്കണം, മെയിൻറ്റെയിൻ കൂൾ ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ദെൻ ക്രച്ചസ് എന്ന് പറഞ്ഞാൽ നഴ്സറി, നമ്മുടെ കിഡ്സിനെ നോക്കാൻ വേണ്ടി. മോർ ദാൻ 30 വുമൺ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഏതാണ്ട് ഏജ് 6 താഴെയുള്ള കുട്ടികളെ നോക്കാൻ വേണ്ടി നഴ്സറി ഫെസിലിറ്റി വേണം. ദെൻ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോയിൻമെൻറ്റ് ഓഫ് വെൽഫെയർ ഓഫീസർ. നമ്മൾ മേളിൽ സേഫ്റ്റി ഓഫീസറിനെ പറഞ്ഞ പോലെ തന്നെ വെൽഫെയർ ഓക്കെ ആണോ എന്ന് അറിയാൻ എപ്പോഴാണ്? മോർ ദാൻ 500 ഓർ ഈക്വൽ ടു 500 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? വെൽഫെയർ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇതാണ് വെൽഫെയർ മെഷേഴ്സ്. ഇച്ചിരി കൂടെ ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ദിസ് എ പ്ലേയിങ് വിത്ത് നമ്പേഴ്സ്. ആക്ച്വലി ആദ്യത്തെ 3 മാത്രമേ നമ്പേഴ്സ് ഇല്ലാത്തുള്ളൂ. എന്താ പറഞ്ഞത്? വാഷ് ചെയ്യാനുള്ള ഏരിയ വേണം, വാഷ് ചെയ്താൽ മാത്രം പോരാ, ഡ്രൈ ചെയ്യാനുള്ള ഏരിയ വേണം. ദെൻ ഇരിക്കാൻ സിറ്റുവേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ സിറ്റിംഗ് ഫെസിലിറ്റി അറേഞ്ച് ചെയ്യണം, പുള്ളിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ദെൻ പറഞ്ഞത് നമ്പേഴ്സിൻ്റെ ഓർഡറിൽ പോവുകയാണ്. മോർ ദാൻ 30 വുമൻസ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ക്രച്ചസ്. നഴ്സറി ആണ് ഉദ്ദേശിക്കുന്നത്, ക്രച്ചസ് വേണം. ദെൻ മോർ ദാൻ 150 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ റെസ്റ്റ് റൂംസ് വേണം. അടുത്ത നമ്പർ ഏതായിരുന്നു? ഓക്കെ, 1 ഫസ്റ്റ് എയ്ഡ് ബോക്സ് പെർ 150 വർക്കേഴ്സ്. ഓരോ 150 വർക്കേഴ്സിനും ഓരോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ചിട്ട് വേണം. ദെൻ മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് വേണം. മോർ ദാൻ 500 ഉണ്ടെങ്കിൽ ആംബുലൻസ് വേണം. അത് മാത്രമല്ല 500 ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമുക്ക് വെൽഫെയർ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ആര്? ഒക്കെ പേര് അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ 500 ഓർ 1000 ഓർ മോർ ഉണ്ടെങ്കിൽ അത് വേണം? സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. സേഫ്റ്റി ഓഫീസർ. വെൽഫെയർ മെഷേഴ്സ് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? നമ്പേഴ്സ് ഓർത്തിരുന്നാൽ തന്നെ പകുതി കിട്ടും. അതല്ലാത്ത 3 ഉള്ളൂ. വാഷ് ചെയ്യാനും ഡ്രൈ ചെയ്യണം, സിറ്റിംഗ് ഫെസിലിറ്റി വേണം. സോ നമ്മൾ ആദ്യത്തെ ഡെഫിനിഷൻ സെക്ഷൻ കഴിച്ചിട്ട് പിന്നെ പഠിച്ചത് ഇതായിരുന്നു. എന്താണ്? ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ. റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. സോ ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ നമ്മൾ ആദ്യം പറഞ്ഞു. ഹി നീഡ് ടു എൻഷുർ സർട്ടൻ തിങ്സ് അല്ലേ? സേഫ്റ്റി നോക്കണം, ഹെൽത്ത് നോക്കണം, വെൽഫെയർ നോക്കണം. ഈ കൂടെ തന്നെ വേണമെങ്കിൽ റിവിഷൻ തൊട്ട് മുമ്പായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോയിൻമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞു? സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം, വെൽഫെയർ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ നോട്ടീസസിൻ്റെയും കൂടെ ചെറിയ കാര്യമാണ്, വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു പോയേക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ ഒരു ഫാക്ടറി നോട്ടീസസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ താഴെ നോട്ടീസിന് ഹെഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോയിൻമെൻറ്റ് ഓഫ് പേഴ്സൺസ് നോട്ടിക്കട്ടെ. നോട്ടീസസിൽ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 15 ഡേയ്സിനുള്ളിൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ചീഫ് ഇൻസ്പെക്ടർ ഇവർക്ക് എന്ത് കൊടുക്കണം?
നോട്ടീസ് കൊടുക്കണം. വിത്തിൻ അല്ല, ബിഫോർ. സ്റ്റാർട്ട് ചെയ്യുന്നതിന് 15 ദിവസം മുമ്പ് ആർക്ക് നോട്ടീസ് കൊടുക്കണം? ഇൻസ്പെക്ടർക്കും ചീഫ് ഇൻസ്പെക്ടർക്കും നോട്ടീസ് കൊടുക്കണം. ദെൻ ഇത് സ്റ്റാർട്ടിംഗ് അല്ല, റിസംഷൻ ആണ്. റിസംഷൻ എന്ന് വെച്ചാൽ ഏത് കേസിലാണ്? സീസണൽ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ, അല്ല സീസണൽ ഫാക്ടറി ആണെങ്കിൽ. ഇത് എപ്പോഴും തുടക്കുന്ന ഫാക്ടറി അല്ല. സീസണൽ ഫാക്ടറി നമ്മുടെ സ്കൂൾ ബാഗ് അങ്ങനെ ഏതെങ്കിലും സീസൺ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ടറി ആണ് എങ്കിൽ എന്ത് ചെയ്യുക? റിസ്യൂം ചെയ്യുമ്പോൾ അത് ഓരോ സീസണിലും തുടങ്ങുന്നതിന് 30 ഡേയ്സ് ബിഫോർ, 30 ദിവസം മുമ്പ് ആർക്കാ? മേളിൽ പറഞ്ഞ ഇൻസ്പെക്ടർക്കും ചീഫ് ഇൻസ്പെക്ടർക്കും എന്ത് കൊടുക്കണം? നോട്ടീസ് കൊടുക്കണം. ദെൻ പിന്നെ പറയുന്നത് പുതിയ മാനേജർ ചാർജ് എടുത്താൽ, പുതിയ മാനേജർ ചാർജ് എടുക്കുകയോ അങ്ങനെ ചെയ്താൽ, പുതിയ ഒക്കുപെയർ വന്നാൽ അത് എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 7 ഡേയ്സ്. ഇത് ബിഫോർ അല്ല, വിത്തിൻ 7 ഡേയ്സ്. അപ്പോയിൻമെൻറ്റ് വന്നു കഴിഞ്ഞ് വിത്തിൻ 7 ഡേയ്സിനുള്ള അയാൾ ആരെ അറിയിക്കണം? ഇൻസ്പെക്ടറിനെയോ ചീഫ് ഇൻസ്പെക്ടറിനെയോ നോട്ടീസ് കൊടുത്തയക്കണം. ദെൻ എനി ഡേഞ്ചറസ് ഇൻസിഡൻറ്റ്, എന്തെങ്കിലും എക്സ്പ്ലോഷനോ ഫയറോ എന്തെങ്കിലും വർക്കേഴ്സിന് ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ ആരെ അറിയിക്കണം? ആർക്ക് തന്നെ നോട്ടീസ്? ആര് കൊടുക്കണം? ഒക്കുപെയർ ആർക്ക് നോട്ടീസ് കൊടുക്കണം? ഇമ്മീഡിയറ്റ്ലി ഒക്കുപെയർ ഗീവ് നോട്ടീസ് ടു കൺസേൺഡ് അതോറിറ്റി. ആരാണ് അവിടെ കറക്റ്റായിട്ട് പറയുന്നില്ല, കൺസേൺഡ് അതോറിറ്റിക്ക് കൊടുക്കണം. അതിനിങ്ങനെ നമ്പറും ഇത്ര നാളെന്ന് വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. കൺസേൺഡ് അതോറിറ്റിക്ക് ഇമ്മീഡിയറ്റ്ലി. സോ ഏതൊക്കെ കേസിലാണ് നോട്ടീസ് കൊടുക്കുന്നത്? പുതിയൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്താൽ, സീസണൽ ഫാക്ടറി റിസ്യൂം ചെയ്യുന്ന കേസിൽ, പുതിയ മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കേസിൽ, ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന കേസിൽ. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ നോട്ട് എടുത്തോണം. സോ അപ്പോയിൻമെൻറ്റ് ഓഫ് പേഴ്സൺസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. പിന്നെ ഇപ്പം നമ്മളിവിടെ പുതുതായിട്ട് 2 പേരെ പഠിച്ചല്ലേ? ആരാണ്? ഇൻസ്പെക്ടർ, ചീഫ് ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടറിനെ ചീഫ് ഇൻസ്പെക്ടറെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ്. അത് ഇൻസ്പെക്ടർ ഈ ഹെഡിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെ പഠിച്ചൊന്ന് റിവൈസ് ചെയ്യാം. ഡെഫിനിഷനല്ല, അതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഡ്യൂട്ടീസ് ഓഫ് ഒക്കുപെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. സോ ഡ്യൂട്ടീസ് ഓഫ് ഒക്കുപെയറിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എൻഷുർ ദ സേഫ്റ്റി, ഹെൽത്ത്, വെൽഫെയർ, ദെൻ അപ്പോയിൻമെൻറ്റ് ഓഫ് സേഫ്റ്റി ഓഫീസർ, വെൽഫെയർ ഓഫീസർ, ദെൻ നോട്ടീസസ്. സോ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, ഹെൽത്ത് മെഷേഴ്സ് എന്തൊക്കെയാണ്, വെൽഫെയർ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സ്ക്രീനിൽ നോക്കാതെ തന്നെ പറഞ്ഞു പോകും, ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നില്ല. ഹെൽത്ത് മെഷേഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ പറഞ്ഞു ഒരു മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള ഒരാൾ ഓഫീസിൽ ഫാക്ടറിയിൽ കയറി വരികയാണെങ്കിൽ അയാൾ എന്തൊക്കെയായിരിക്കും ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ആദ്യം നോക്കുന്നത് ക്ലീൻ ആണോ, ടെമ്പറേച്ചർ, വെന്റിലേഷൻ ഉണ്ടോ, പിന്നെന്താ നോക്കുക, ഡസ്റ്റ് ഫ്യൂംസും ഉണ്ടെങ്കിൽ അതിന് എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഹ്യൂമിഡിറ്റി വന്നിട്ടുണ്ടോ. ദെൻ ക്രൗഡിങ്ങിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? 14.2 meters, അതിന് അത്രയും വർക്ക് സ്പേസ് അലോ ചെയ്തിട്ടുണ്ടോ. ദെൻ ലൈറ്റിങ്ങിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? ഗ്ലെയർ ഒന്നുമില്ല, ഐ സ്ട്രെയിൻ ഒന്നുമില്ലാത്ത ഇതിൽ ലൈറ്റിംഗ് ഉണ്ടാവണം. ദെൻ പിന്നെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ കാര്യം എന്താ പറഞ്ഞത്? 6 meters ഫ്രം ദി യൂറിനൽസ് ആയിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു യൂറിനൽസൊക്കെ ലാട്രിൻസും യൂറിനൽസും വേണം, സെപ്പറേറ്റ് മെൻ വുമൺ വേണം, മോർ ദാൻ 250 ഉണ്ടെങ്കിൽ എന്ത് വേണം? സ്വീപ്പർ വേണം, 7 ഡേയ്സിനുള്ളത് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ സ്പിറ്റൂൺസും വേണം. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞു സേഫ്റ്റി മെഷേഴ്സിൽ എന്തൊക്കെ പറഞ്ഞു? ഫെൻസിങ്, ഫ്ലോറിങ്, റിവോൾവിംഗ് മെഷീനറിയോ, ലിഫ്റ്റിംഗ് മെഷീനറിയോ, മൂവിങ് മെഷീനറി, സെൽഫ് ആക്ടിങ് മെഷീനറി, ന്യൂ മെഷീനറി, ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ സ്പെഷ്യൽ കേസ് വേണം. ദെൻ നമ്മൾ ഓൾറെഡി മേളിൽ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ, ഐ പ്രൊട്ടക്ഷന്, ഫ്യൂംസ്, ഗ്യാസസ്, ഫയർ ഉണ്ടായാൽ, പിന്നെ ഇൻഫ്ലെയിമബിൾസ്, ഡസ്റ്റ്, ഗ്യാസ്, അതിൻ്റെ കാര്യങ്ങൾ, ഇതിനെല്ലാം സ്പെഷ്യൽ കെയർ വേണം. ദെൻ നമ്മൾ പിന്നെ പറഞ്ഞത് ബിൽഡിങ്ങിൻ്റെ കാര്യം, പുതിയ ഹെൽത്ത് അല്ലെങ്കിൽ അതിൽ പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് വേണം, അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ലാസ്റ്റ് സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ വെൽഫെയർ മെഷേഴ്സ് ഏതൊക്കെയാണ്? വെൽഫെയർ മെഷേഴ്സിൽ നമ്മൾ പറഞ്ഞത് മോസ്റ്റ്ലി നമ്പേഴ്സ് ആണെന്ന് ഓർത്താൽ മതി. 3 മാത്രം, നമ്പേഴ്സ് അല്ല. ആദ്യത്തെ 3 എന്താണ്? വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം, ഡ്രൈ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം, മെന്നിനും വുമണിനും സെപ്പറേറ്റ് വേണം. ദെൻ കണ്ടിന്യൂസ്ലി സ്റ്റാൻഡിങ് മോഡിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണെങ്കിൽ അയാൾക്ക് സിറ്റ് ചെയ്യാൻ, റെസ്റ്റ് എടുക്കാനുമുള്ള ഫെസിലിറ്റി വേണം. പിന്നെ നമ്പേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? 30 എന്ന് പറയുന്ന നമ്പറിനെ വെച്ച് നമ്മൾ എന്താ പറഞ്ഞത്? മോർ ദാൻ 30 വുമൻ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? ക്രച്ചസ് വേണം. 150 ഓരോ 150 എംപ്ലോയീസിനും എന്ത് വേണം? ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. ദെൻ മോർ ദാൻ 150 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം? റെസ്റ്റ് റൂംസ് വേണം. മോർ ദാൻ 250 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ
ക്യാൻറ്റീൻ ഫെസിലിറ്റി വേണം, മോർ ദാൻ 500 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ വെൽഫെയർ ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അത് മാത്രമല്ല എന്ത് വേണം, ആംബുലൻസ് വേണം, മോർ ദാൻ ഓർ ഈക്വൽ ടു 1000 ഉണ്ടെങ്കിൽ ആരെ അപ്പോയിൻറ്റ് ചെയ്യണം, സേഫ്റ്റി ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഞാനിത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതിന് മുമ്പേ അതിൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇച്ചിരി കൂടെ തറവ് ആകും. പിന്നെ ഇത് മെനക്കെട്ടിരുന്ന് കാണാതെ പഠിക്കേണ്ട. ഈ വീഡിയോ കണ്ടു തീരുന്ന സമയം കൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റർ ബൈ ഹാർട്ടായിരിക്കും. പിന്നെ അതിനുവേണ്ടി ഒത്തിരി ടൈം മെനക്കെടേണ്ടി വരത്തില്ല. അതിനുവേണ്ടിയാണ് ഞാൻ റിവൈസ് ചെയ്യുന്നത്. എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കുക. മനസ്സിൽ ചിന്തിക്കുക മാത്രമല്ല, അത് ലൗഡായിട്ട് പറയുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ പ്രോപ്പറായിട്ട് റിവിഷൻ നടക്കും. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഡ്യൂട്ടീസിനകത്ത് പിന്നെ നമ്മൾ മെയിനായിട്ട് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതുകൂടാതെ അപ്പോയിൻമെൻറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് കഴിഞ്ഞാൽ സേഫ്റ്റി ഓഫീസറിന് ഏബിളാണ് മോർ ദാൻ ഓർ ഈക്വൽ ടു 1000 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ, വെൽഫെയർ മോർ ദാൻ ഓർ ഈക്വൽ ടു 500 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ. പിന്നെ നോട്ടീസിൻ്റെ കാര്യം, ഏതൊക്കെ കേസിൽ നോട്ടീസ് കൊടുക്കണമെന്ന് പറഞ്ഞത്, ഒന്ന് പുതുതായിട്ട് ന്യൂ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 15 ദിവസത്തിന് മുമ്പ്, ബിഫോർ 14 days. ദെൻ റിസംഷൻ, സീസണൽ ആണെങ്കിൽ റിസ്യൂം ചെയ്യുന്നതിന് 30 ദിവസം മുമ്പ്. ദെൻ പുതിയ മാനേജറിനെ വല്ലതും അപ്പോയിൻറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഒക്കുപേർ മാറുകയാണെങ്കിൽ വിത്തിൻ 7 days കഴിഞ്ഞിട്ട്. പിന്നെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. ഇതെല്ലാം അറിയിക്കേണ്ടത് ആരെയാണ്, ഇൻസ്പെക്ടർ അഥവാ ചീഫ് ഇൻസ്പെക്ടറിനെ. ഇത് പറയുന്നത് ഡേഞ്ചറസ് ഇൻസിഡൻസ് കൺസേൺഡ് അതോറിറ്റി എന്നേ പറയുന്നുള്ളൂ. ഏതാണ് പ്രോപ്പർ അതോറിറ്റി, കൺസേൺഡ് അതോറിറ്റി. എക്സാമിന് കൺസേൺഡ് അതോറിറ്റി എന്ന് എഴുതിയാൽ മതി. കൺസേൺഡ് അതോറിറ്റീനെ ഇൻഫോം ചെയ്യണം. സോ ഡ്യൂട്ടീസ് ഓഫ് ഒക്കുപേർ അവിടെ തീർന്നു. ഇനി നമുക്ക് അതിനകത്ത് പറയാനുള്ളത്, നമ്മൾ പുതിയൊരു പേര് കേട്ടല്ലേ, ഇൻസ്പെക്ടർ അഥവാ ചീഫ് ഇൻസ്പെക്ടർ. അതാരാണെന്ന് നോക്കണം. അതുകൂടാതെ ഒരാളും കൂടെ ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അയാളാണ് സർട്ടിഫയിങ് സർജൻ. അത് രണ്ടും ആരാന്ന് നമുക്ക് നോക്കാം. ഹൂ ഇസ് ആൻ ഇൻസ്പെക്ടർ. സോ state government may appoint such person to possess specified qualification to be an inspector for the purpose of fact, may assign to them the local limits as it may think fit. So ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോയിൻറ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒക്കുപേർ അയാളുടെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും, അയാൾ അത് ചെയ്തില്ലെങ്കിൽ വർക്കേഴ്സിന് പോയി കംപ്ലയിൻറ്റ് ചെയ്യാനും കൂടി വേണ്ടിയാണ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരാളെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അയാൾ ആയിരിക്കും നമ്മൾ കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇൻസ്പെക്ടർ നോർമലി സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യും. ഇനി സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും ഡീംഡ് ഇൻസ്പെക്ടർ. സോ ആസ് പെർ ദിസ് ആക്ട്, ഈ ആക്ട് അനുസരിച്ച് ഓരോ ഏരിയയ്ക്കും ഓരോ ലോക്കൽ ലിമിറ്റ്സ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ മുനിസിപ്പാലിറ്റി, ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഹാഫ്, അങ്ങനെ ഏരിയ കാണും. അതിൽ ഓരോ ലിമിറ്റ്സിനും ഓരോ ഇൻസ്പെക്ടർ കാണും. ഇനി ഏതെങ്കിലും കേസിൽ ഇൻസ്പെക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്ത ഇൻസ്പെക്ടറിൻ്റെ ഇപ്പം അവിടെ വർക്കിംഗ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ, ഹൂ വിൽ ആക്ട് ആസ് ഇൻസ്പെക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വിൽ ആക്ട് ആസ് ഇൻസ്പെക്ടർ. എന്തൊക്കെയാണ് പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടർ? ഈ ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും ചോദിക്കുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടർ. സിമ്പിളാണ്. എൻ്റർ ഇൻ ടു എനി പ്ലേസസ്, ഏത് പ്ലേസിൽ ഏത് ഫാക്ടറിയിൽ വേണമെങ്കിലും എൻ്റർ ചെയ്യാം. ഏത് ഡോക്യുമെൻ്റ് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഫാക്ടറി വേണമെങ്കിലും, പ്രിമൈസസോ പ്ലാന്റോ മെഷീനറി വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം, എക്സാമിൻ ചെയ്യാം. ദെൻ എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാം. ദെൻ ഏത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും കൊണ്ടുതരാൻ അവരോട് പറയാം. അതിൻ്റെ കോപ്പീസ് എടുക്കാം, അത് എടുത്തുകൊണ്ട് പോകാം. അത് എടുത്തുകൊണ്ട് പോയിട്ട് അയാൾക്ക് ഫിറ്റാന്ന് തോന്നുന്നത്രയും കാലം ഡീറ്റെയിൻ ചെയ്യാം. എനി ആർട്ടിക്കിൾസ് ഓഫ് സബ്സ്റ്റൻസ് എടുത്തുകൊണ്ട് പോകാം. എക്സസൈസ് സച്ച് പവർ ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. വേറെ റൂൾസിൽ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പവേഴ്സ് ഉണ്ടെങ്കിൽ ആ പവേഴ്സും എക്സസൈസ് ചെയ്യാം. സോ പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടർ, ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പമേ എന്ന് പറഞ്ഞാൽ, തിങ്ക് ദാറ്റ് യു ആർ എൻ ഇൻസ്പെക്ടർ. നിങ്ങളൊരു ഇൻസ്പെക്ടറാണ്. ആ പറയുന്ന വേറെ ഏതോ ആൾ നടത്തുന്ന നമ്മുടെ ഗ്ലാസ് ഫാക്ടറിയുടെ ഇൻസ്പെക്ടറായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്ലാസ് ഫാക്ടറിയിൽ ചെന്നിട്ട് നിങ്ങൾക്ക് അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഗ്ലാസ് ഫാക്ടറിയിൽ എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എൻ്റർ ഇൻ ടു സച്ച് പ്ലേസസ്. ദെൻ നമുക്ക് അവർ സമ്മതിച്ചില്ല എന്നുള്ള എൻ്റർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവിടേക്ക് ഏത് മെഷീനറി വേണേലും പോക്കി അടുത്ത് ചെന്നിട്ട് അത് വർക്കിംഗ് ആണോ, അതിന് പ്രശ്നം എന്താ, അതിന് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അവരോട് എൻക്വയറി ചെയ്യാം. നോ ഇഷ്യൂസ്. ദെൻ അവരോട് തൊട്ടടുത്ത് എന്തെങ്കിലും ഡേഞ്ചറോ ആരെങ്കിലും മരണമോ അടുത്തോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം.
ചെയ്യാം. ദെൻ അവരുടെ അക്കൗണ്ട്സോ മിഷനറിയുടെ ലോഗോ എന്ത് തന്നെയാണെങ്കിലും ഏത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അതിൻ്റെ കോപ്പി എടുക്കാം, അത് വെരിഫൈ ചെയ്യാം. അത് ഇനി അത് നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇനി വേറെ റൂൾസ് പ്രകാരം എന്തെങ്കിലും പവേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം. സോ തിങ്ക് ദ പോയിന്റ് ഓഫ് വ്യൂ ആർ എൻ ഇൻസ്പെക്ടർ. അങ്ങനെ നിങ്ങളൊരു ഇൻസ്പെക്ടർ ആണ് എങ്കിൽ എന്തൊക്കെ പവേഴ്സ് നിങ്ങൾക്കുണ്ടെന്ന് തിങ്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഈസി ആയിരിക്കും. ദെൻ അടുത്ത ആളെന്ന് പറയുന്നത് സർട്ടിഫയിങ് സർജൻ്റ് ആണ്. സർട്ടിഫയിങ് സർജൻ അതും സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, മേ ബി എ ഡോക്ടർ, മെഡിക്കൽ പ്രാക്ടീഷണറെയാണ് സർട്ടിഫയിങ് സർജൻ്റ് എന്ന് അതിൻ്റെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ ശരിക്കും ഇയാൾക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടി? എക്സാമിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഓഫ് യങ് പേഴ്സൺസ്. ദാറ്റ് മീൻസ് ഒരു യങ് പേഴ്സണ് ഒരു ഓർഗനൈസേഷനിൽ, യങ് പേഴ്സൺ ആരാന്ന് ഓർക്കേണ്ടോ? യെസ് അല്ലേ, ലെസ് ദാൻ 18 കംപ്ലീറ്റ് ചെയ്യാത്ത ആൾ, പക്ഷേ മോർ ദാൻ 15 കംപ്ലീറ്റ് ചെയ്തതിന് മേലോട്ടുള്ള ആൾ. അല്ല സോറി, യങ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചൈൽഡും അഡോളസെൻറ്റും ഇൻക്ലൂഡഡ് ആണ്, അഡോളസെൻറ്റും. പക്ഷേ ഈ ചൈൽഡിൽ തന്നെ ലെസ് ദാൻ 14 താഴെയുള്ള ചൈൽഡിനെ ഒരു ഫാക്ടറിയിൽ എംപ്ലോയ് ചെയ്യാൻ പാടില്ല. സോ ഈ പറയുന്ന യങ് പേഴ്സൺ എന്ന് പറയുന്നത് 14 എബോവ് 14 ആയിട്ടും ഒരു 18 വരെയുള്ള, എബോവ് 14 അപ് ടു 18 ഈ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും ഈ യങ് പേഴ്സൺ. ഈ ആൾക്കാർക്ക് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന സർട്ടിഫയിങ് സർജൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണം. എന്താണ്? ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ പറയാം. അയാൾ ആ വർക്കിൽ ചെയ്യാൻ വേണ്ടി ഫിറ്റ് ആണ് എന്ന് പറയുന്ന ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. 12 months അതിന് വാലിഡിറ്റി ഉണ്ട്. ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യങ് പേഴ്സൺ, അതായത് 14-നും 18-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരാൾക്ക് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കണം? സർട്ടിഫൈഡ് സർജൻ കൊടുക്കണം. ദെൻ അയാളുടെ രണ്ടാമത്തെ ഡ്യൂട്ടി എക്സാമിനേഷൻ ഓഫ് പേഴ്സൺസ് എൻഗേജ് ഇൻ ഫാക്ടറി ഇൻ സച്ച് ഡേഞ്ചറസ് ഓക്യുപ്പേഷൻ ഓർ പ്രോസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. സോ ഒരു ടോക്സിക് ഗ്യാസോ വല്ലതും എമിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി ആണ് എങ്കിൽ വർക്കേഴ്സിനെല്ലാം പ്രോപ്പറായിട്ട് മാസ്കും ബാക്കി ഫെസിലിറ്റീസും എല്ലാം കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ, ഒരു റുട്ടീൻ ബേസിസിൽ ആ വർക്കേഴ്സിൻ്റെ ഹെൽത്ത് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. ഹെൽത്ത് ചെക്കപ്പ് അത് ആ വർക്ക് കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് ചെയ്യാനുള്ള ഹെൽത്തി കണ്ടീഷനിലാണോ അവരെന്ന് ഹെൽത്ത് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. അതും ആളുടെ ഡ്യൂട്ടിയാണ്, സർട്ടിഫൈഡ് സർജൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ എക്സസൈസിങ് സച്ച് മെഡിക്കൽ സൂപ്പർവിഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഏത് ടൈപ്പ് ഓഫ് മെഡിക്കൽ സൂപ്പർവിഷനും അയാൾക്ക് അവിടെ നടത്താം. സോ എന്തൊക്കെയാണ് മെഡിക്കൽ സൂപ്പർവിഷൻ അത് പറഞ്ഞേക്കുന്നത്? ഇൽനെസ് ഹാവ് ബീൻ ഒക്വേർഡ് വിച്ച് ഈസ് റീസണബിൾ ടു ബിലീവ് ഡ്യൂ ടു ദ നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്. അവിടെ നടക്കുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് കൊണ്ട് വർക്കേഴ്സിന് എന്തെങ്കിലും ഇൽനെസ് വരാനുള്ള ചാൻസ് ഉണ്ടോ? ദെൻ പുതിയൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ സർട്ടിഫയിങ് സർജൻ്റെ അടുത്ത് പോയി എന്ത് സർട്ടിഫിക്കറ്റ് വേണം? ലൈക്ലിഹുഡ് ഓഫ് ഇഞ്ചുറി ഉണ്ടോ എന്നുള്ള കാര്യം വർക്കേഴ്സിന് എന്നുള്ളത് അത് അയാൾ സർട്ടിഫൈ ചെയ്ത് അത് മെഡിക്കൽ സർട്ടിഫൈഡ് സർജൻ സൂപ്പർവൈസ് ചെയ്യണം. ദെൻ യങ് പേഴ്സൺസ് ആർ അബൌട്ട് ടു ബി എംപ്ലോയിഡ് ആണെങ്കിൽ അവരുടെ ഹെൽത്തിനോ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാൻ, അയാളുടെ ഹെൽത്തിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ആൾ സൂപ്പർവൈസ് ചെയ്യണം. സോ സെൻട്രൽ ഗവൺമെൻറ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിനെ ഓരോ ലോക്കൽ ലിമിറ്റ്സിലായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അയാളുടെ ഡ്യൂട്ടി എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ടറീസിൽ ചെല്ലുക, അവിടെ ഈ പറയുന്ന 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. യങ് പേഴ്സൺസിന് ഇൽനെസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും കേസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടോ? പുതിയ മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ളതാണോ? ദെൻ എക്സിസ്റ്റിംഗ് പ്രോസസ്സ് എന്തെങ്കിലും ഇൽനെസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന പ്രോസസ്സാണോ? ഇത് 3ഉം ചെക്ക് ചെയ്യണം. അതുകൂടാതെ യങ് പേഴ്സണിനെ എംപ്ലോയി ചെയ്യണമെങ്കിൽ ആദ്യം ഇയാളുടെ സർട്ടിഫിക്കറ്റും കിട്ടണം. ദെൻ എക്സാമിനേഷൻ ഓഫ് ഡേഞ്ചറസ് ഒക്യുപ്പേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഹെൽത്ത് ഓക്കെ ആണെന്ന് അയാൾ എക്സാമിൻ ചെയ്യണം. സോ നമ്മൾ പുതുതായിട്ട് പഠിച്ച ഇൻസ്പെക്ടറിനെ കണ്ടു, പിന്നെ സർട്ടിഫയിങ് സർജൻറ്റിനെ കണ്ടു, അവരുടെ ഡ്യൂട്ടീസ് കണ്ടു, പവേഴ്സ് കണ്ടു. ദെൻ വി ആർ മൂവിങ് ടു അപ്രൂവൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ. അപ്രൂവൽ ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ നമ്മൾ ഓൾറെഡി ഈ ആക്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 2 കാറ്റഗറി ഉണ്ട് ഫാക്ടറീസ് ആക്ടിൻ്റെ. ഒന്ന് ഈ എംപ്ലോയീസിൻ്റെ സേഫ്റ്റി വെൽഫെയർ ഹെൽത്തും, 2 രജിസ്ട്രേഷൻ ലൈസൻസിങ് പോലുള്ള കാര്യങ്ങളുമാണ്. അൺറെഗുലേറ്റഡ് ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ ആരാണ് ലൈസൻസും അപ്രൂവലും ഒക്കെ കൊടുക്കുന്നത് ഫോർ സ്റ്റാർട്ടിങ് എ ഫാക്ടറി? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ഇമ്പോസ് എനി നമ്പർ ഓഫ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ്.
എനി കണ്ടീഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഫാക്ടറിക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. അല്ലേ, ചെറിയൊരു ഷോപ്പ് ആണെങ്കിൽ പോലും നമുക്കറിയാം, ഒന്ന് വേസ്റ്റ് ഡിസ്പോസൽ പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം അവർ ചെക്ക് ചെയ്യും. പിന്നെ വർക്കേഴ്സിന് വർക്ക് സ്പേസ് എല്ലാം കറക്റ്റായിട്ട് അവൈലബിൾ ആണോ, then അവരുടെ അവരുടെ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, അവരുടെ വാഷ്റൂം ഫെസിലിറ്റീസ്, പിന്നെന്താ പറയുക, ആ സറൗണ്ടിങ്സിൽ പറയുന്ന മുനിസിപ്പാലിറ്റി എടുക്കൽ ലിമിറ്റ്സിനുള്ളിൽ ഇന്ന സ്ഥലങ്ങളിൽ പാടില്ല, അങ്ങനെ കുറേയേറെ കണ്ടീഷൻസ് കാണും. എനി നമ്പർ ഓഫ് കണ്ടീഷൻസ്, ഇങ്ങനെ നമ്പർ ഓഫ് കണ്ടീഷൻസ് അവർക്ക് പറയാം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ലൈസൻസ് കൊടുക്കത്തുള്ളൂ. ഇറ്റ്സ് ഓൾ അപ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഇഷ്ടമാണ് കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്. ദെൻ ഇങ്ങനെ നമ്മളൊരു ആപ്ലിക്കേഷൻ, അപ്പം നമുക്കൊരു കമ്പനി തുടങ്ങണമെങ്കിൽ ആദ്യം ആപ്ലിക്കേഷൻ ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കണം. ഒന്നെങ്കിൽ അവർ ആ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. ഇതൊന്നും അല്ലാതെ ഒരു കാര്യം കൂടെ സംഭവിക്കാം, ഒരനക്കവും ഇല്ലാതിരിക്കാൻ. നമ്മുടെ ഗവൺമെൻറ് ആകുമ്പോൾ മിക്കവാറും അതിനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ നോ റെസ്പോൺസ് ആണ് എങ്കിൽ 30 days കഴിയുമ്പോൾ നമുക്ക് എന്ത് വിചാരിക്കാം? ഡീംഡ് അപ്രൂവ്ഡ്. ശരിക്കുള്ള അപ്രൂവൽ അല്ല, പക്ഷെ നമുക്ക് അപ്രൂവ്ഡ് ആയതായിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫാക്ടറി വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 30 days അല്ല, 3 months അനക്കമൊന്നുമില്ല എങ്കിലാണ് ഡീംഡ് അപ്രൂവൽ. പിന്നെ പറയുന്നത് റിജക്ഷൻ. അങ്ങനെ റിജക്റ്റ് ചെയ്താൽ വിത്തിൻ 30 days 30 days നമുക്ക് എന്തിനു പോകാം? അപ്പീൽ. റിജക്റ്റ് ചെയ്താൽ നോർമലി നമ്മൾ അതിനാണല്ലോ പോകുന്നത്, അപ്പീലിന് പോകാം. അപ്പീലിന് പോകുമ്പം സെൻട്രൽ ഗവൺമെൻറ് ആണ് റിജക്റ്റ് ചെയ്തത് എങ്കിൽ ആരുടെ അടുത്ത് അപ്പീലിന് പോകാം? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് റിജക്റ്റ് ചെയ്തതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ പോകാം. വേറെ ഏതെങ്കിലും അതർ അതോറിറ്റി ആണ്, നമ്മുടെ ലോക്കൽ അതോറിറ്റിയോ വല്ലതുമാണ് നമ്മുടെ ലൈസൻസ് റിജക്റ്റ് ചെയ്തതെങ്കിൽ വി ക്യാൻ ഗോ ഫോർ അപ്പീലിന് ആരുടെ അടുത്ത് പോകാം? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അപ്രൂവലിന് പോകാം. നോർമലി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്, ലൈസൻസ് ചെയ്യുന്നത് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ് അടുത്ത് അല്ലല്ലോ പോകുന്നത്. നോർമലി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കാണുമല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ് അത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തിനൊക്കെ ആയിട്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഏതെങ്കിലും പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വല്ലതും ആണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് അപ്പീലിന് പോകാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് അപ്പീലിന് പോകാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റും റിജക്റ്റ് ചെയ്താൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് അപ്പീലിന് പോകാം. നെക്സ്റ്റ് ഈസ് പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ച് പവേഴ്സ് ഓൾറെഡി നമ്മൾ മേലോട്ടുള്ള പോർഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മൾ 2 പേരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലേ, നമ്മൾ 1 by 1 ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഇൻസ്പെക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. ദെൻ നമ്മുടെ സർട്ടിഫൈഡ് സർജനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന തൊട്ട് മേളിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ലൈസൻസിങ്, അതിന് വേണ്ട കണ്ടീഷൻസ് ഇമ്പോസ് ചെയ്യുന്നത്, ഇതിനെല്ലാം ഉള്ള പവർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്. ഇനി ഇത് കൂടാതെ പ്ലസ് എബവ് 3 പ്ലസ് 2 എക്സ്ട്രാ പവേഴ്സും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് it have the power to treat different branches of factories as different factories. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ പവർ to treat one or more, 2 or more. Factories as single factory. Explain ചെയ്യാം. Like
എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് എ എന്ന് പറയുന്ന ഒരാൾക്ക് 2 ഫാക്ടറി ഉണ്ടെന്ന് വയ്ക്കുക. A1ഉം A2 2 ബ്രാഞ്ചസ് ആണ്. അപ്പം ഇവിടെ ഒരു 100 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു 200 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡിന് സിൻസ് ഇവിടെ ഒരു 1000 എംപ്ലോയീസ്, ഇവിടെ 2000 എംപ്ലോയീസ് ആയിക്കോട്ടെ. സോ ആസ് പെർ ദ പ്രൊസീജിയർ എ ലിമിറ്റഡ് ഇവിടെ രണ്ടിടത്തും സേഫ്റ്റി ഓഫീസറിനെയും വെൽഫെയർ ഓഫീസറിനെയും അപ്പോയിൻറ്റ് ചെയ്യണം. സേഫ്റ്റി ഓഫീസറും വേണം, വെൽഫെയർ ഓഫീസറും വേണം, 2 കേസിലും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആംബുലൻസ് ഫെസിലിറ്റീസ് ഇതെല്ലാം എല്ലായിടത്തും ആവശ്യമാണ്. സോ എ എന്ത് പറഞ്ഞു, ഇത് രണ്ടും എൻ്റെ ബ്രാഞ്ച് ആയതുകൊണ്ട് ഐ എം ഗോയിങ് ടു സിംഗിൾ ഫാക്ടറി, രണ്ടും എൻ്റെ ബ്രാഞ്ചാണ്, അതുകൊണ്ട് എന്താണ് സിംഗിൾ ഫാക്ടറിയാണ്. അതുകൊണ്ട് എന്ത് മതി, ഒരു സേഫ്റ്റി ഓഫീസർ മതി, ഒരു വെൽഫെയർ ഓഫീസർ മതി, 1 ആംബുലൻസ് മതി. അങ്ങനെ പുള്ളി അതിനെല്ലാം കൂടെ മേർജ് ചെയ്തു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് പവറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്ത് പറയാം, സെപ്പറേറ്റ് ഫാക്ടറീസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. 2 ഫാക്ടറിയുടെ പ്രൊവിഷൻസ് എല്ലാം നോക്കണം. 2 ആംബുലൻസ്, 2 സേഫ്റ്റി, 2 വെൽഫെയർ ഓഫീസർ എല്ലാം വേണമെന്ന്. ഏതാണ് പവർ ടു ട്രീറ്റ് ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് സെയിം ഫാക്ടറി ആസ് ഡിഫറെൻറ്റ് ഫാക്ടറീസ്. 2 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇൻ അതർ വേർഡ്സ് തിരിച്ചു പറയുകയാണെങ്കിൽ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഫാക്ടറി തുടങ്ങാൻ പ്ലാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് മൊത്തം 30 വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. സോ 18 വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. 18 വർക്കേഴ്സ് മതി. 18 വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പുള്ളിക്കറിയാൻ പറ്റുന്നത് എയ്ഡ് ഓഫ് പവറാണ്. എബോവ് 20, മോർ ദാൻ 10 പോയി കഴിഞ്ഞാൽ എന്ത് വേണം, അയാൾക്ക് ഈ പറയുന്ന ഫാക്ടറീസ് ആക്ട് ആപ്ലിക്കബിൾ ആവും. സോ പുള്ളി എന്ത് ചെയ്തു, പുള്ളിയുടെ പ്ലാൻ ചെയ്ത സ്ഥലത്ത് ഒരു A1 എന്ന് പറഞ്ഞൊരു ഫാക്ടറി തുടങ്ങി. തൊട്ടപ്പുറത്തോട്ട് മാറി A2 എന്ന് പറഞ്ഞൊരു ഫാക്ടറി തുടങ്ങി. എന്നിട്ട് ഇവിടെ 9 പേരെ എംപ്ലോയ് ചെയ്തു, ഇവിടെ 9 പേരെ എംപ്ലോയ് ചെയ്തു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെയാണ് പ്രിമൈസസ് എന്നുള്ള രീതിയിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് പറയാം, ഓക്കെ, രണ്ടും 2 ഫാക്ടറി ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലെയിം ചെയ്താലും ഐ എം ഗോയിങ് ടു കൺസിഡർ ബോത്ത് ദിസ് ആസ് സിംഗിൾ. ഇതിനെ രണ്ടിനെ സിംഗിളായിട്ട് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സോ 9+1 18 ഉണ്ട്. ഫാക്ടറീസ് ആക്ട് വിൽ ബിക്കം ആപ്ലിക്കബിൾ എന്ന് പറയാം. അതാണ് ട്രീറ്റ് 2 or more ഫാക്ടറീസ് ആസ് സിംഗിൾ ഫാക്ടറി. വേറെ കേസിലും ഇങ്ങനെ സംഭവിക്കാം. ബട്ട് വാട്ട് എവർ ദ കേസ്, സെൻട്രൽ ഗവൺമെൻറ് ഇതിനുള്ള റൈറ്റ് ഉണ്ട്. 2നെ ഒന്നായിട്ട് കാണാനും 1നെ 2ആയിട്ട് കാണാനുമുള്ള റൈറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ടു മേക്ക് ദിസ് ആക്ട് ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഇതിനകത്തെ ഏതെങ്കിലും പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത്. The next head is working hours. വർക്കിംഗ് അവേഴ്സ് ഓരോ കാറ്റഗറിക്കും ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെ നോട്ട്സ് എഴുതി പൊക്കോണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കോണം, അല്ലെങ്കിൽ ഒന്നും കൂടെ ക്ലാസ് കേട്ട് നോക്കുക. എനിവേ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാതെ പോകരുത്. സോ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അഡൾട്ട് ആയിട്ടുള്ള വർക്കേഴ്സ് ആണെങ്കിൽ നോർമൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 9 hour per day ആണ്. ദെൻ ചൈൽഡ് ആണെങ്കിൽ 4.5 hours per day ആണ്. പെർ ഡേ കണക്കാണത്. ദെൻ ഒരു വീക്കിലെ കണക്കാണെങ്കിൽ 48 hours per week. ഒരു വീക്കിൽ 48 hours. ഇത് മാക്സിമം എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, 60 hours per week എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻക്ലൂഡിങ് ഓവർ ടൈം വർക്ക് ചെയ്യാനല്ലോ. ആ ഓവർ ടൈമും കൂടെ കൂട്ടിയിട്ട് എത്ര അവേഴ്സ് വരെ വർക്ക് ചെയ്യാം, 60 hours വരെ വർക്ക് ചെയ്യാം. അങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പം ഡബിൾ പേയ്മെൻറ്റ്, അത് പേയ്മെൻറ്റിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ആക്ടിലല്ല പറയുന്നത്, ഇനി ഡബിൾ പേയ്മെൻറ്റ് ആ സമയത്ത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഡബിൾ പേയ്മെൻറ്റ് കൊടുക്കണം, ഇച്ചിരി സ്പേസ് ഇൻസേർട്ട് ചെയ്തിട്ട്. ഓക്കെ,
ദെൻ അടുത്തത് പറയുന്നത് 5 hours വർക്ക് ചെയ്യുമ്പോൾ 5 hours കണ്ടിന്യൂസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 minutes റെസ്റ്റ് വേണം. 30 minutes ഔട്ട് ഓഫ് 5 hours എന്തിനു വേണ്ടിയായിരിക്കണം? റെസ്റ്റിന് വേണ്ടിയായിരിക്കണം. ദെൻ മാക്സിമം എത്ര വരെ പോകാം? 30 minutes per 6 hours വരെ വേണമെങ്കിൽ റെസ്റ്റ് ഇല്ലാതെ പോകാം. പക്ഷേ 6 hours ഉറപ്പായിട്ട് ഈ പറഞ്ഞതെല്ലാം മാക്സിമം എക്സ്റ്റൻഷനാണ്. 6 hours മിനിമം എന്താണെങ്കിലും ഒറ്റയെങ്കിലും കിട്ടിയിരിക്കണം. ദെൻ പറയുന്നത് സ്പ്രെഡ് ഓവർ. സ്പ്രെഡ് ഓവർ എന്ന് പറഞ്ഞാൽ 10.5 hours എ ഡേ ആണ്. സ്പ്രെഡ് ഓവർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് ദി റെസ്റ്റും എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ ടൈം സ്പെൻഡ് എന്ന് വെച്ചാൽ റെസ്റ്റിനും ലഞ്ച് കഴിക്കാനും ഫുഡിനും എല്ലാം കൂടെ ഒരു ഡേയിൽ എത്ര അവർ വരെ ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്യാം? 10.5. അത് എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം? മാക്സിമം 12 hours വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ വുമൺ വർക്കേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരെ തോന്നുന്ന സമയത്തൊന്നും ഫാക്ടറിയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. വുമൺ വർക്കേഴ്സിന് അലൗഡ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 7 PM to 6 AM. Not allowed. Not working hours. ഈ സമയം വൈകുന്നേരം 7 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള സമയം വർക്കിംഗ് അവേഴ്സ് അല്ല. ദെൻ മാക്സിമം in any cases 10 PM to 5 AM. മാൻഡേറ്ററി ആയിട്ടുള്ള ഗ്യാപ്പാണ്. 10 PM 5 AM ഇടയ്ക്ക് ഒരു വിധത്തിലും എംപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ രജിസ്റ്ററിൻ്റെ കാര്യത്തിൽ പറയുന്നത് കമ്പനി ഒക്കുപ്പയർ ഈസ് സപ്പോസ് ടു കീപ്പ് എ രജിസ്റ്റർ. ഒക്കുപ്പയർ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യണം റിഗാർഡിങ് ദി അഡൾട്ട് എംപ്ലോയേഴ്സിൻ്റേത്. സോ രജിസ്റ്ററിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അഡൾട്ട് എംപ്ലോയീസിന് അഡൾട്ട് വർക്കേഴ്സിൻ്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. ഇത് ആർക്ക് ഇൻസ്പെക്ട് ചെയ്യാം? ക്യാൻ ഇൻസ്പെക്റ്റഡ് ബൈ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്പെക്ടർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഇൻസ്പെക്ട് ചെയ്യാം. ദെൻ യങ് പേഴ്സൺസിന് ദാറ്റ് മീൻസ് ദ പേഴ്സൺ ഹു ഹാസ് കംപ്ലീറ്റഡ് 15 up to ആരാണ് ശരിക്കും യങ് പേഴ്സൺ? നമ്മൾ ഓൾറെഡി ഡിസ്കഷനിൽ പഠിച്ചായിരുന്നല്ലേ. 15 to 18 ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരും പ്ലസ് ചൈൽഡും, അതാണ് യങ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ യങ് പേഴ്സൺ വർക്ക് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ച പോലെ തന്നെയാണ്. ചില കണ്ടീഷൻസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. എന്താണ്? സർട്ടിഫയിങ് സർജൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് 12 months വാലിഡിറ്റി ഉണ്ടതിന്. അപ്പോൾ ഓരോ 12 monthsലും അത് പുതുക്കി എടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് ഈ പറയുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് 2 പേരുടെ കസ്റ്റഡിയിൽ വേണം. ലൈക്ക് ഒന്ന് മാനേജറുടെ കസ്റ്റഡിയിൽ വേണം അയാൾ ഫിറ്റ് ആണെന്നുള്ളത്. 2 ഓൺ ഹാൻഡ്, ആ യങ് പേഴ്സൻ്റെ ഓൺ ഹാൻഡിൽ ഒരു റെഫറൻസും വേണം. ഓൺ ഹാൻഡിൽ ഒരു റെഫറൻസ് ആയിട്ടും 2 ഈ സർട്ടിഫിക്കറ്റ് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ ചൈൽഡ് ബിലോ ഓൾറെഡി പറഞ്ഞതാണ്. ബിലോ 14 ആണെങ്കിൽ നോട്ട് അറ്റ് ഓൾ അലൗഡ്. ഫാക്ടറിയിൽ വർക്കറായിട്ട് 14 താഴെയുള്ളവരെ ഒരു വിധത്തിലും അലോ ചെയ്യുന്നതല്ല. അത് ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. ദെൻ കംസ് ടു ലീവ്. ലീവിലേക്ക് വരുമ്പം അഡൾട്ടിന് മിനിമം 1 day ലീവ് ഫോർ 20 days. 20 ദിവസം വർക്ക് ചെയ്യുമ്പം 1 day ലീവ് കൊടുക്കണം. ദെൻ ചൈൽഡിനാണെങ്കിൽ 1 day ലീവ് ഫോർ എവറി 15 days വർക്ക്. 15 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 1 day ലീവ് കിട്ടണം. ഇത് വേണമെങ്കിൽ ഇത് 20 ദിവസത്തിനൊരു ലീവ് മാൻഡേറ്ററി എടുക്കുന്നില്ല.
ഇറ്റ് മേ അക്കുമുലേറ്റ് അല്ലെ, അക്കുമുലേറ്റ് കൊണ്ടുപോയിട്ട് വർഷത്തിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ അക്കുമുലേറ്റ് ചെയ്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പം അക്കുമുലേറ്റ് ചെയ്ത് ഒന്നിച്ച് വേണമെങ്കിൽ എടുക്കാം, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 2 വർഷത്തേക്ക് കമ്പനിയുടെ പോളിസി അനുസരിച്ച്. പക്ഷെ മൊത്തം ഒരു വർഷത്തിൽ മൊത്തം 20 ദിവസം ആകെപ്പാടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ഒരു ദിവസം എനിക്ക് ലീവ് വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ ലീവ് കിട്ടണമെങ്കിൽ കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? പ്രീവിയസ് കലണ്ടർ ഇയറിൽ മിനിമം 240 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം അത്രയും ദിവസമെങ്കിലും വന്ന ഒരാൾക്ക് 20 വർക്കിംഗ് ഡേയ്സിൽ ഒരു വൺ ഡേ മസ്റ്റായിട്ട് ലീവ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ആകെപ്പാടെ 40 ദിവസം വർക്കിന് വന്നയാൾക്ക് 2 ദിവസം ലീവ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ. ദെൻ കോഗ്നിസൻസ് ഓഫ് ഒഫൻസ്. ആരായിരിക്കും? കോഗ്നിസൻസ് മീൻസ് ടേക്ക് നോട്ട്, അല്ലെങ്കിൽ ആ കേസ് പരിഗണിക്കണം. ആര് പരിഗണിക്കണം? ബൈ കോർട്ട്. ദെൻ ഫയൽഡ് ബൈ, ആരായിരിക്കും കേസ് ഫയൽ ചെയ്യുക? നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ടർ ഉണ്ടല്ലേ, ഇൻസ്പെക്ടർ കാണും ഓരോന്നിനും, അവരായിരിക്കും കേസ് ഫയൽ ചെയ്യുക. ഇൻസ്പെക്ടേഴ്സിൻ്റെ കംപ്ലയിൻറ്റിലായിരിക്കും കോർട്ട് കേസ് പരിഗണിക്കുന്നത്. ഈ ടാബ്ലറ്റിൻ്റെ പെന്നിന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. സോറി, എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇൻസ്പെക്ടേഴ്സ് മേ കംപ്ലൈൻ. ദെൻ ഏത് കോർട്ടിലായിരിക്കും കേസ് കൊടുക്കുക? ഏത് കോഴ്സാണെന്ന് വെച്ചാൽ നോട്ട് ബിലോ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്. നേരത്തെ നമ്മളൊരു മജിസ്ട്രേറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഇൻസ്പെക്ടറിൻ്റെ കാര്യം പഠിച്ചപ്പോൾ ഇൻസ്പെക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ അപ്പോയിൻറ്റ് ചെയ്ത ആൾ ആ സമയത്ത് പൊസിഷനിൽ ഇല്ലെങ്കിൽ ഡീംഡ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന റോള് കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ഓൾറെഡി ഒന്ന് കേട്ടിട്ടുള്ളത്. സോ ദിസ് വിത്ത് ദിസ് ചാപ്റ്റർ ഫുള്ള് ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പം ലാസ്റ്റ് പറഞ്ഞത് റിവൈസ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന പോർഷൻസ് ആണ്, ഇൻസ്പെക്ടറിൻ്റെ തൊട്ട്. സോ ഇൻസ്പെക്ടറിൻ്റെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻസ്പെക്ടറുടെ പവർ നമ്മൾ ഏത് രീതിയിലാണ് ഓർത്തിരിക്കാൻ തീരുമാനിച്ചത്? ഇൻസ്പെക്ഷന് കയറി ചെന്ന ഇൻസ്പെക്ടറാണ് നിങ്ങളെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇത് ഇൻസ്പെക്ട് ചെയ്യും? എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് കയറി ചെല്ലാം, എന്ത് മിഷനറി വേണമെങ്കിലും എക്സാമിൻ ചെയ്യാം, എന്ത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും കൊണ്ടുവരാൻ പറയാം, അത് വേണമെങ്കിൽ കോപ്പി എടുക്കാം, വീട്ടിൽ കൊണ്ടുപോകാൻ ഡീറ്റെയിൻ ചെയ്യാം. ഓൾ റൈറ്റ്സ് യു ഹാവ്. ദെൻ നമ്മൾ പറഞ്ഞു സർട്ടിഫൈഡ് സർജൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കും, സെൻട്രൽ ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ മെയിൻ ഡ്യൂട്ടി ഒന്ന് യങ് പേഴ്സൺസിന് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കൊടുക്കണം. ദെൻ ഫാക്ടറീസിൽ ഡേഞ്ചറസ് ഒക്യുപ്പേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തും ചെക്കപ്പ് ചെയ്യണം. ദെൻ മെഡിക്കൽ സൂപ്പർവിഷൻ നടത്തണം. എന്തൊക്കെയാണ് സൂപ്പർവിഷനകത്ത് പറയുന്നത്? മാനുഫാക്ചറിങ് പ്രോസസ്സ് കൊണ്ട് എന്തെങ്കിലും ഇൽനെസ് ഉണ്ടോ? പ്ലാൻ ചെയ്യുന്ന പുതിയ മാനുഫാക്ചറിങ് പ്രോസസ്സ് കൊണ്ട് എന്തെങ്കിലും ഇൽനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ദെൻ യങ് പേഴ്സൺസിൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫൈഡ് സർജൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആയിട്ട് നമ്മൾ കണ്ടത്. ദെൻ അപ്രൂവൽ ലൈസൻസിങ് പറഞ്ഞു, അപ്രൂവൽ വേണം. എനി കണ്ടീഷൻ വേണമെങ്കിലും വെക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്, ഇന്ന ലിമിറ്റ് ഒന്നുമില്ല. അങ്ങനെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ ലൈസൻസ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അപ്രൂവ് ചെയ്താലും ഓക്കെ, അപ്രൂവ് ചെയ്തില്ല 3 മാസം അനക്കമൊന്നും ഇല്ലെങ്കിൽ ഡീംഡ് അപ്രൂവലായി. റിജക്റ്റ് ചെയ്താലും 30 ദിവസത്തിനുള്ളിൽ നമുക്ക് റെസ്പെക്റ്റീവ്ലി എവിടെയാണെന്ന് വെച്ചാൽ അതിന് അപ്പീലിന് പോകാം. ദെൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പവർ മേളിൽ പറഞ്ഞ 2 അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇൻസ്പെക്ടർ, സർട്ടിഫൈഡ് സർജൻ്റെ, പിന്നെ ലൈസൻസിങ്. അതുകൂടാതെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിനെ സിംഗിൾ ഫാക്ടറി ആയിട്ടും മോർ ദാൻ 1 ഫാക്ടറീസിനെ സിംഗിൾ ഫാക്ടറി, ഡിഫറെൻറ്റ് ബ്രാഞ്ചസിനെ ഡിഫറെൻറ്റ് ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാനും മോർ ദാൻ 1 ബ്രാഞ്ചസിനെയോ ഫാക്ടറീസിനെയോ സിംഗിൾ ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. പിന്നെ നമ്മൾ വർക്കിംഗ് അവേഴ്സ് പറഞ്ഞു. അഡൾട്ട് ആണെങ്കിൽ 9 hours per ഡേയും 48 hours per വീക്കുമാണ്. ചൈൽഡ് ആണെങ്കിൽ 4.5 hours per day മതി. ദെൻ ഈ 48 hours per വീക്ക് എന്നുള്ളത് ഓവർ ടൈമും കൂടെ കൂട്ടുമ്പോൾ മാക്സിമം ഇടം വരെ പോകാം, 60 hours per വീക്ക് വരെ പോകാം. 60 hours per വീക്ക് വരെ പോകാം. പിന്നെ റെസ്റ്റ് ടൈം 5 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ മിനിമം 30 minutes എങ്കിലും റെസ്റ്റ് ടൈം വേണം. പക്ഷേ മാക്സിമം
അങ്ങേയറ്റം പോയാൽ 6 മണിക്കൂറിൽ ഒരു മിനിമം 30 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് കൊടുക്കണം. അതാണ് മാക്സിമം എക്സ്റ്റെൻസിബിൾ. ദെൻ സ്പ്രെഡ് ഓവർ പറഞ്ഞു. ആ ഫാക്ടറിയിൽ എല്ലാം കൂടെ കൂട്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10.5 hours ആയിരിക്കും. ലഞ്ച് ബ്രേക്കും എല്ലാം കൂടെ കൂട്ടി അത് മാക്സിമം 12 hours വരെ കൊണ്ടുപോകാൻ കുഴപ്പമില്ല. ദെൻ വുമൻസിനെ വൈകുന്നേരം 7 മണി തൊട്ട് രാവിലെ 6 മണി വരെ അലൗഡ് അല്ല ആസ് പെർ ഫാക്ടറീസ് ആക്ട്. പക്ഷേ എങ്ങനെ പോയാലും എന്തൊക്കെ എക്സ്റ്റെൻഡ് ചെയ്താലും രാത്രി 10 മണി തൊട്ട് 5 മണി വരെ ഒരു വിധത്തിലും മാൻഡേറ്ററിലി ഡിസലൗഡ് ആണ്. ആ സമയത്ത് പറ്റത്തേയില്ല. ദെൻ നമ്മൾ പറഞ്ഞു രജിസ്റ്റേഴ്സ്. അഡൽട്ട് വർക്കേഴ്സിനാണെങ്കിൽ ഒരു രജിസ്റ്റർ വേണം. അത് ഇൻസ്പെക്ടർക്ക് ഇൻസ്പെക്ഷന് ഓൾ വർക്കിംഗ് അവേഴ്സ് അവൈലബിൾ ആയിരിക്കണം. എപ്പോൾ അവൈലബിൾ ആയിരിക്കണം ഇൻസ്പെക്ടർക്ക് ഇൻസ്പെക്ഷന്? ഫോർ ഓൾ വർക്കിംഗ് അവേഴ്സ്. ഫാക്ടറിയുടെ വർക്കിംഗ് അവേഴ്സ് എപ്പോഴാണോ അന്നേരം എല്ലാം ഇൻസ്പെക്ടർക്ക് അത് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ നമ്മൾ പറഞ്ഞു യങ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അഡോളസെൻറ്റും ഉണ്ട്, ചൈൽഡും ഉണ്ട്. അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സർട്ടിഫിക്കറ്റ് വേണം. 14 വയസ്സിന് താഴെയുള്ള ആളെ ഒരു വിധത്തിലും അലൗഡ് അല്ല വിത്തിൻ എ ഫാക്ടറി. ദെൻ ലീവിൻ്റെ കാര്യം പറഞ്ഞു. എല്ലാ 20 ഡേയ്സിനും 1 day ലീവ് അഡൾട്ടിന് കിട്ടണം. ചൈൽഡ് ആണെങ്കിൽ ഓരോ 15 വർക്ക് ചെയ്ത ഡേയ്ക്കും 1 day വെച്ചിട്ട് ലീവ് കിട്ടണം. അത് അക്കുമുലേറ്റ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അതിനൊരു കണ്ടീഷൻ പറഞ്ഞു. മിനിമം 240 days എങ്കിലും മൊത്തം വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ദെൻ കോഗ്നിസൻസ് ഓഫ് ഒഫൻസ്. ആരാണ് കോഗ്നിസൻസ് ചെയ്യുന്നത്? കോർട്ട് വിൽ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കംപ്ലയിൻറ്റ് ഫ്രം ദി ഇൻസ്പെക്ടർ. ആരായിരിക്കും? ഏത് കോർട്ടിലായിരിക്കും ഇൻസ്പെക്ടർ കൊടുക്കുക? നോട്ട് ബിലോ ദി മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്. സോ CMA ക്ലാസ് ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തു. ടെസ്റ്റ് യുവർ നോളജ് വെച്ചിട്ട് ഈ പേജ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളിതെല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പം ഒന്നും കൂടെ എൻ്റെ കൂടെ നിൽക്കുക. ഇപ്പം എനിവേ പോസ് ചെയ്തിട്ട് ഓരോ ഹെഡിലും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിക്കുക. ഇനിയിപ്പം കിട്ടാത്ത വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പറഞ്ഞു വരിക. സോ ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനിൽ നമ്മൾ ഫാക്ടറി പറഞ്ഞു അല്ലേ? ഫാക്ടറി എന്തായിരുന്നു? പ്രിമൈസസ് പ്ലസ് ഫാക്ടറിയിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? പ്രിമൈസസ് പ്ലസ് മാനുഫാക്ചറിങ് പ്രോസസ്സസ് പ്ലസ് വർക്കേഴ്സ്. പ്രിമൈസസ് പറഞ്ഞു ഇൻക്ലൂഡിങ് പ്രിസിൻസ് ആണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമ്മൾ നോർമൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് പ്ലസ് വെസൽ പ്ലസ് പമ്പിങ്, കോൾഡ് സ്റ്റോറേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ വർക്കേഴ്സിൻ്റെ എണ്ണം വിത്ത് ദ എയ്ഡ് ഓഫ് പവർ ആണെങ്കിൽ more than 10 or more വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഫാക്ടറി ആവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹൂസ് എ വർക്കർ എന്ന് പറഞ്ഞു. ദെൻ വർക്കറിനകത്ത് ആരും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആംഡ് ഫോഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. വർക്കർ ഏത് രീതിയിലാവാം? വിത്തൗട്ട് ദ നോളജ് ആവാം, വിത്തൗട്ട് ദ നോളജ് ഓഫ് പ്രിൻസിപ്പിൾ ആവാം, വിത്തൗട്ട് റെമ്യൂണറേഷൻ ആവാം, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആവാം. മാനുഫാക്ചറിംഗ് റിലേറ്റഡ് പ്രോസസ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇതെല്ലാം ഈ 3 നമ്മളങ്ങനെ കവർ ചെയ്തു. ദെൻ നമ്മൾ വിളിച്ചത് ഹൂസ് ആൻ ഒക്കുപ്പയർ ആരായിരുന്നു? ഹൂസ് ഹാവിങ് ദ അൾട്ടിമേറ്റ് കൺട്രോൾ ഉള്ള ആളെയാണ് നമ്മൾ ഒക്കുപ്പയർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ ഡ്യൂട്ടീസൊക്കെ നമ്മൾ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു അല്ലേ? ഒന്ന് സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വെൽഫെയർ ഓഫ് ദി എംപ്ലോയീസ്. ദെൻ സർട്ടൺ അപ്പോയിൻമെൻറ്റ്സ്. ദെൻ സർട്ടൺ നോട്ടീസസ്. ഹെൽത്തി മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ താഴെ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കാം. ദെൻ അപ്പോയിൻമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു? അപ്പോയിൻമെൻറ്റ് സ്പെഷ്യൽ ഓഫീസറിൻ്റെ അപ്പോയിൻമെൻറ്റ്, വെൽഫെയർ ഓഫീസറിൻ്റെ അപ്പോയിൻമെൻറ്റ്. ഏത് കേസിലാണ്? മോർ ദാൻ ഓർ ഈക്വൽ ടു 1000 വർക്കേഴ്സ് വരുമ്പോൾ, മോർ ദാൻ ഓർ ഈക്വൽ ടു 500 വർക്കേഴ്സ് വരുമ്പോൾ. ദെൻ നോട്ടീസസ് പറഞ്ഞു. ഏതൊക്കെ കേസിലാണ് നോട്ടീസ് കൊടുക്കേണ്ടത്? ഒരു ന്യൂ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പം 15 ദിവസം മുമ്പ്. ദെൻ റിസ്യൂം ചെയ്യുകയാണെങ്കിൽ സീസണൽ എംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ 30 ദിവസം മുമ്പ്. ദെൻ ന്യൂ മാനേജർ, പുതിയ ഒക്കുപയർ മാനേജർ വല്ലതും വരികയാണെങ്കിൽ 7 days കഴിഞ്ഞ്. ഇൻ കേസ് ഓഫ് എനി ഡിസാസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ഇവൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി. അതാണ് ഒക്കുപയറിൻ്റെ നോട്ടീസിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒക്കുപയറിൻ്റെ വേറെ കുറച്ച് ഡ്യൂട്ടീസും കൂടെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഡേഞ്ചറസ് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നേരത്തെ ഇൻഫോം ചെയ്യുക. പിന്നെ എന്തായിരുന്നു? ഡേഞ്ചറസ് ഇൻസിഡൻറ്റ് നേരത്തെ ഇൻഫോം ചെയ്യുക. അതിനുവേണ്ടിയുള്ളൊരു പ്രോപ്പർ സ്ട്രാറ്റജിക്കൽ പ്ലാൻ റെഡിയാക്കി വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. സോ ഈ ഹസാർഡസ് പ്രോസസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റീസും ഒക്കുപയറിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു. പിന്നെ കോമ്പീറ്റൻറ്റ് പേഴ്സൻ്റെ ഡെഫിനിഷൻ ഞാൻ ഇവിടെ പറഞ്ഞില്ല. ആക്ച്വലി അതിൻ്റെ ഡെഫിനിഷൻ വിട്ടുപോയതാണ്. ഒന്ന് ഇവിടെ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാം. കോമ്പീറ്റൻറ്റ് പേഴ്സൺ means
ആരാണ്? ഒരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് സച്ച് ബൈ ദി ചീഫ് ഇൻസ്പെക്ടർ വിചാരിക്കുകയാണ് അയാൾ കോമ്പീറ്റൻ്റ് ആണ് എന്ന്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ക്യാരിങ് ഔട്ട് ടെസ്റ്റ്, എക്സാമിനേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സോ ഒരു ഇൻസ്പെക്ടർക്ക് എല്ലാ ഫാക്ടറിയിലും പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല ഇൻസ്പെക്ടറുടെ റോൾ ചെയ്യാൻ. സോ ഇൻസ്പെക്ടർ അതിനെ ടെസ്റ്റ് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും ഇൻസ്പെക്ഷൻസിനും വേണ്ടി ക്വാളിഫൈഡ് ആണ്. ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ആസ് എ പേഴ്സൺ ഫെസിലിറ്റി, ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ഇൻ സച്ച് സിറ്റുവേഷൻ. ക്വാളിഫൈഡ് ആണെന്ന് ചീഫ് ഇൻസ്പെക്ടർ തിങ്ക് ചെയ്യുന്ന ഒരാളെയാണ് കോമ്പീറ്റൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. സോ ചീഫ് ഇൻസ്പെക്ടർ മേ അപ്പോയിൻറ്റ് എ കോമ്പീറ്റൻറ്റ് പേഴ്സൺ ടു ആക്ട് ആസ് ഇൻസ്പെക്ടർ. അതിനെയാണ് നമ്മൾ കോമ്പീറ്റൻറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ടെസ്റ്റ് യുവർ നോളജ് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഹസാർഡസ് പ്രോസസ് നമ്മൾ പറഞ്ഞു. സംതിങ് ഡേഞ്ചറസ്. ഏത് രീതിയിലാണ് ഡേഞ്ചറസ് ആവുന്നത്? ഒന്നെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ഹെൽത്തിന് പ്രോബ്ലം ഉണ്ടാകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ പൊല്യൂഷൻ, അപ്പോഴാണ് ഡേഞ്ചറസ് പ്രോസസ്സ് അല്ലെങ്കിൽ ഹസാർഡസ് പ്രോസസ് ആയിട്ട് മാറുന്നത്. ദെൻ ചൈൽഡ്, അഡൾട്ട്, അഡോളസെൻറ്റ്. ആരാണ് അഡൾട്ട്? മോർ ദാൻ ഓർ ഈക്വൽ ടു 18. ദെൻ ഹൂസ് എ ചൈൽഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 15. ദെൻ ഹൂസ് എൻ അഡോളസെൻറ്റ്? മോർ ദാൻ ഓർ ഈക്വൽ ടു 15 അപ് ടു 18. അതിനെയാണ് അഡോളസെൻ്റ് എന്ന് പറയുന്നത്. ചൈൽഡിനെ അഡോളസെൻ്റിനെയും കൂടെ ഒന്നിച്ച് എന്ത് പറയും? യങ് പേഴ്സൺ എന്ന് പറയും. ഓക്കെ. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ഒക്യുപ്പയർ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അതിനകത്ത് ഹെൽത്ത് മെഷേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്, സേഫ്റ്റി മെഷേഴ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്, എല്ലാം ഒന്നും നോക്കുന്നില്ല. നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കാനുള്ള കുറച്ചെങ്കിലും ഞാൻ പറയാം. ഹെൽത്ത് മെഷേഴ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് വന്നത്? ഒന്ന്, വേസ്റ്റ് ഡിസ്പോസൽ, പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യണം. ദെൻ ടെമ്പറേച്ചറൊക്കെ മാനേജ് ചെയ്യാൻ വെൻറ്റിലേഷൻ ഫെസിലിറ്റീസ് വേണം. പിന്നെ എന്തായിരുന്നു? ഡസ്റ്റ്, ഫ്യൂംസ്, അങ്ങനെ ഏതെങ്കിലും ടോക്സിക് ഗ്യാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എക്സ്പോസ്റ്റ് ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഹ്യൂമിഡിഫിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യണം. പിന്നെ എന്തായിരുന്നു? ഓവർ ക്രൗഡിങ്, നമ്മുടെ 14.2 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓവർ ക്രൗഡിങ് പാടില്ല. ദെൻ എന്താ പറഞ്ഞത്? ലൈറ്റ്നിങ്, പ്രോപ്പർ ലൈറ്റ്നിങ് പ്രൊവൈഡ് ചെയ്യണം. ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം യൂറിനൽസിൽ നിന്ന്. പിന്നെ എന്താ പറഞ്ഞത്? വാഷ്റൂം ഫെസിലിറ്റീസ്, വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതൊക്കെയായിരുന്നു ഹെൽത്ത് മെഷേഴ്സ്. പിന്നെ സേഫ്റ്റി മെഷേഴ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫെൻസിങ് വേണം, പ്രോപ്പറായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ബിൽഡിങ് വേണം. പിന്നെ ഓൾറെഡി നമ്മൾ മേളിൽ കവർ ചെയ്ത ഫയർ, പിന്നെ ന്യൂ മിഷനറി വരുമ്പോൾ സ്പെഷ്യൽ കെയർ ഏതൊക്കെ കേസിൽ വേണം? ന്യൂ മിഷനറിക്ക് വേണം. ഓട്ടോമേറ്റഡ്, ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മിഷനറിക്ക് വേണം. ദെൻ മൂവിങ് മിഷനറി ക്ക് വേണം. റിവോൾവിങ് മിഷനറിക്ക് സ്പെഷ്യൽ കെയർ വേണം സേഫ്ലി. പിന്നെ എന്താ പറഞ്ഞത്? ലിഫ്റ്റിംഗ്, എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്ന മിഷനറിക്ക് വേണം. ഇതൊക്കെയായിരുന്നു സേഫ്റ്റി മെഷേഴ്സിൽ. പിന്നെ വെൽഫെയർ മെഷേഴ്സിൽ നമ്മൾ പറഞ്ഞു വി ആർ ഡീലിംഗ് വിത്ത് നമ്പേഴ്സ് അല്ലേ, കുറേ നമ്പേഴ്സ് വേണം. അതിന് മുമ്പ് എന്തൊക്കെയാണ് വെൽഫെയറിൽ? ഒന്ന്, വാഷിങ്ങിന് സ്പേസ് വേണം, ഡ്രൈ ചെയ്യാൻ സ്പേസ് വേണം. ഒത്തിരി നേരം നിൽക്കുന്ന ആളാണെങ്കിൽ സിറ്റിങ്ങിന് സ്പേസ് വേണം. പിന്നെ നമ്പേഴ്സ് ആയിരുന്നു മോർ ദാൻ 30 വിമൻ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ക്രെച്ചസ്, നഴ്സറിയാണ് ലെസ് ദാൻ 6, അണ്ടർ 6 ഏജിലുള്ള ചൈൽഡിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ മോർ ദാൻ 150 ഇതുണ്ടെങ്കിൽ എന്ത് വേണം? മോർ ദാൻ 150 ഉണ്ടെങ്കിൽ എന്തായിരുന്നു വേണ്ടത്? ലൈക്ക് ഓക്കെ, റെസ്റ്റ് റൂംസ് മാൻഡേറ്ററി ആണ്. ദെൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഓരോ 150 വർക്കേഴ്സിനും 1 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. മോർ ദാൻ 250 ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് വേണം. മോർ ദാൻ 500 ഉണ്ടെങ്കിൽ ആംബുലൻസ് വേണം. പ്ലസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 500 ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു വെൽഫെയർ ഓഫീസർ വേണം. ദെൻ മോർ ദാൻ ഓർ ഈക്വൽ ടു 1000 ഉണ്ടെങ്കിൽ എന്ത് വേണം? സേഫ്റ്റി ഓഫീസർ വേണം. ഇത്രയും കാര്യങ്ങളാണ് ആ മെഷേഴ്സിൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ. നമ്മളവിടെ ഹെൽത്ത് മെഷേഴ്സിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്പിറ്റൂൺസ് അല്ലേ, സോ സ്പിറ്റൂൺസിൻ്റെ കാര്യമൊന്നും മറന്നു പോകരുത്. ഓർത്തിരിക്കുന്ന എല്ലാം എഴുതി വയ്ക്കാം. ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് ഒക്യുപ്പയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഒക്യുപ്പയറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത്. ദെൻ ഹൂസ് ആൻ ഇൻസ്പെക്ടർ, ഹൂസ് ആൻ സർട്ടിഫൈങ് സർജൻ. ഇത് രണ്ടുപേരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇൻസ്പെക്ടറുടെ പവറാണ് നമ്മൾ പഠിച്ചത്. പവേഴ്സ് ഓഫ് ഇൻസ്പെക്ടർ എന്തിനു വേണ്ടിയായിരുന്നു? എപ്പം വേണമെങ്കിലും ഒരു പ്രിമൈസസിൽ എൻറ്റർ ചെയ്യാം, എക്സാം ഏത്
മിഷനറി വേണമെങ്കിലും എക്സാമിൻ ചെയ്യാം, ഏത് ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിലും ആവശ്യപ്പെടാം, അതിൻ്റെ കോപ്പി എടുക്കാം, അത് ഡീറ്റെയിൽ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ നമ്മൾ സർട്ടിഫൈങ് സർജൻറ്റ് പറഞ്ഞു, പുള്ളിക്ക് മെയിൻ റോൾസ് എന്ന് പറഞ്ഞാൽ യങ് പേഴ്സണിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാരുടെ ഹെൽത്ത് ഓക്കെ ആണോ ചെക്ക് ചെയ്യണം. ദെൻ എന്ത് വേണം, മെഡിക്കൽ സൂപ്പർവിഷൻ്റെ ആവശ്യമുണ്ട്. മെഡിക്കൽ സൂപ്പർവിഷൻ്റെ അകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ ആർക്കും ഇൽനെസ് ഉണ്ടാവുന്നില്ല എന്ന്. പിന്നെ ന്യൂ പ്രോസസ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇൽനെസ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ഫ്യൂച്ചറിൽ. ദെൻ യങ് പേഴ്സൺസിൻ്റെ ഹെൽത്ത് ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ മെഡിക്കൽ സൂപ്പർവിഷനും നടത്തണം. അതായിരുന്നു സർട്ടിഫൈങ് സർജൻ്റെ റെസ്പോൺസിബിലിറ്റീസിനകത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡ് ഈസ് അപ്രൂവൽ, ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ. അതിനകത്ത് എന്താ പറഞ്ഞത്, ഈ ലൈസൻസ് കൊടുക്കാനും രജിസ്ട്രേഷനും എല്ലാം ഉള്ള റൈറ്റ് ആർക്കാണുള്ളത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇമ്പോസ് എനി നമ്പർ ഓഫ് കണ്ടീഷൻസ്. ഇത്ര കണ്ടീഷൻസ് വല്ല നിർബന്ധമില്ല. എനി കണ്ടീഷൻ, സബ്ജക്റ്റ് ടു എനി കണ്ടീഷൻ വേണമെങ്കിലും അപ്രൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഒന്നെങ്കിൽ അത് അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നത്തിങ്. ഒന്നും സംഭവിച്ചില്ല എങ്കിൽ എത്ര നാളിനുള്ളിലാണ് ഡീംഡ് അപ്രൂവൽ വരുന്നത്. ഡീംഡ് അപ്രൂവലായിട്ട് നമുക്ക് എപ്പോൾ കൺസിഡർ ചെയ്യാം, 3 months അനക്കമൊന്നും ഇല്ലെങ്കിൽ. ദെൻ റിജക്റ്റ് ചെയ്താൽ എത്ര നാളിനുള്ളിൽ അപ്പീലിന് പോകാം, വിത്തിൻ 30 daysനുള്ളിൽ അപ്പീലിന് പോകാം. ദെൻ വർക്കിംഗ് അവേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് പഠിച്ചത്, അഡൽട്ടിനും ചൈൽഡിനും. അഡൽട്ടിനാണെങ്കിൽ 9 hours per day ആണ്, 48 hours per week ആണ്. ചൈൽഡിനാണെങ്കിൽ 4.5 hours per day ആണ്, 48 hours per day ആണ്. ദെൻ റെസ്റ്റ് ടൈം, എത്ര നേരം റെസ്റ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്, 30 minutes per 5 hours. ഓരോ 5 hours മാക്സിമം എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, 30 minutes 6 hours കൊടുക്കണം. ദെൻ സ്പ്രെഡ് ഓവർ എന്താണെന്ന് പറഞ്ഞായിരുന്നു, ഇൻക്ലൂഡിങ് റെസ്റ്റ് ടൈം അല്ലേ. സ്പ്രെഡ് ഓവർ കൂട്ടി എത്ര ടൈം ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്യണം, 10.5 hours in a day. മാക്സിമം എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്യാം, 12 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ദെൻ വിമൻ, ഏത് സമയത്ത് വിമൻ അലൗഡ് അല്ല ഫാക്ടറി, 7 PM to 6 AM. ദെൻ അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയാലും അങ്ങേയറ്റം 10 PM to 5 AM ഒരു വിധത്തിലും അലൗഡ് അല്ല, സബ്ജക്റ്റ് ടു ഏജ് റിലാക്സേഷൻ പോയാലും അലൗഡ് അല്ല. ദെൻ പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ലീവ് ആയിരുന്നു അല്ലേ. രജിസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്, രജിസ്റ്ററിൽ ആരുടെയാണ് രജിസ്റ്റർ വേണ്ടത്, അഡൾട്ട് വർക്കേഴ്സിൻ്റെ രജിസ്റ്റർ വേണം. ആർക്ക് ഇൻസ്പെക്ട് ചെയ്യാം, ഇൻസ്പെക്ടർക്ക് അത് ഇൻസ്പെക്ട് ചെയ്യാം. ദെൻ ലീവിൻ്റെ കാര്യം പറഞ്ഞു, അഡൾട്ട് ആണെങ്കിൽ ലീവ് എങ്ങനെ കൊടുക്കണം, 1 per 20 day, ഓരോ 20 ഡേക്കും 1. ചൈൽഡ് ആണെങ്കിൽ 1 per 15 day. അങ്ങനെയാണ്. ഇത് കണ്ടീഷൻ സബ്ജക്റ്റ് 1 കണ്ടീഷൻ, മിനിമം എത്രയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, 240 days in an year എങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ലീവ് കിട്ടത്തുള്ളൂ. ഇത് അക്യുമുലേറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ദെൻ വാട്ട് ഈസ് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടേക്ക് നോട്ട് ഓഫ് ആൻ ഒഫൻസ്. കോർട്ട് ആ കേസ് കൺസിഡർ ചെയ്യും. ആര് ഫയൽ ചെയ്യണം, കംപ്ലൈൻറ്റ് ബൈ ഓൺ എ കംപ്ലൈൻറ്റ് ഫയൽഡ് ബൈ ഇൻസ്പെക്ടർ ആണല്ലോ ഇതെല്ലാം നോക്കാൻ കോർട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾ. ഇൻസ്പെക്ടർ കംപ്ലൈൻറ്റ് ചെയ്താൽ കോർട്ട് കേസ് എടുക്കും. ഏത് കോർട്ടാണ് എടുക്കുന്നത്, നോട്ട് ബിലോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മേലോട്ട് വരുന്ന റാങ്കിലുള്ള ഏത് കോർട്ടിൽ വേണമെങ്കിലും നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാം. എൻ്റെ കൂടെ ഇത്രയും പറയാൻ പറ്റുന്നുണ്ട് എങ്കിൽ യു ആർ തറോ വിത്ത് ദിസ് ചാപ്റ്റർ. ഇനി ഈ ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. ഇത് ബൈ ഹാർട്ട് ചെയ്തിരുന്ന് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. യു ആർ ഗുഡ്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാം. ഇനി ഇവിടെ കുറച്ച് വർക്ക് ബുക്കിൽ ഞാൻ വേണമെങ്കിൽ 1-2 പ്രോബ്ലംസ് എടുത്ത് ചെയ്ത് കാണിക്കാം. റാൻഡമായിട്ടേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ആക്ച്വലി ഈ വർക്ക് ബുക്ക് നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആണ്, CMAയുടെ സൈറ്റിൽ. ആ വർക്ക് ബുക്ക് എടുത്ത് ചെയ്ത് നോക്കുക. അവിടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട്. റാൻഡമായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഇതാണ് ഹൈലൈറ്റർ വെച്ചിട്ട് പോലെ. ആൻഡ് ഡാഷ് ഓഫ് എ ഫാക്ടറി ഈസ് എ പേഴ്സൺ ഹു ഹാസ് അൾട്ടിമേറ്റ് കൺട്രോൾ. സംശയമുണ്ടോ, ആരാണ്, ഒക്കുപ്പയർ. Then occupier shall at least
dash before begin to occupy or use any premises as a factory, send to the chief inspector of factories a written notice. നോട്ടീസ് കൊടുക്കണം എപ്പോഴാണ് ഒക്കുപ്പൈ ചെയ്യുമ്പോൾ. ദാറ്റ് മീൻസ് ഒരു പ്രിമൈസസ് ഒരു ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണമായിരുന്നു? 15 days അല്ലേ. തുടങ്ങുമ്പോൾ 15 days, റിസ്യൂം ചെയ്യുമ്പോൾ 30 days. ദെൻ നോ ചൈൽഡ് ഹു ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഡാഷ് ഇയർ ഷാൽ നോട്ട് ബി റിക്വയർഡ് ടു അലൗഡ്. ആരെയാണ് അലോ ചെയ്യാത്തത്? 14 താഴെയുള്ള ചൈൽഡിനെയാണ് അലോ ചെയ്യാത്തത്. 14. Then no adult worker shall be required to be allowed in the work in a factory for more than എത്രയാണ്? 9 hours a day. സ്പ്രെഡ് ഓവർ ആണെങ്കിൽ എത്ര വരും? 10.5 hours a day. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോർമൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ഓവർ വേണ്ട. നോർമൽ 9 hours എഴുതിയാൽ മതി. ദെൻ എവറി അഡൾട്ട് വർക്കർ ഹു ഹാസ് വർക്ക്ഡ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ഇൻ എ ഫാക്ടറി ഡ്യൂറിംഗ് ദ കലണ്ടർ ഇയർ ഷാൽ ബി അലൗഡ്. ആർക്കാണ്? 240 days എങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അലൗഡ് 1 day വിത്ത് വേജസ് എവരി ഏതാണ്? എവരി 20 days ഓഫ് വർക്ക്. ഒരു 1 day per 20 day ആയിരുന്നു അല്ലേ. 20 daysന് 1 day ഫോർ എവരി 20 daysന് വേണ്ടിയായിരിക്കും അലൗഡ് ആയിട്ടുള്ളത്. സോ റാൻഡമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ട്രൂ ഓർ ഫോൾസ് ഏതെങ്കിലും ഫോർത്ത് വന്ന് നോക്കാം. A factory worker is entitled to overtime wages at twice his ordinary wages rate if he works for more than 12 hours in a day or 42 hours in a week. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. അങ്ങനൊരു ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്നത് ഈ നോർമൽ 48 hours ആണ്. അത് മാക്സിമം എവിടം വരെ പോകാം? 60 hours വരെ പോകാം. അല്ലെങ്കിൽ നോർമൽ 9 hours ആണ്. അത് 9 hours ആണ്. നോർമൽ 9 hours ആണ്. അതിൻ്റെ മേളിൽ പോയാൽ അതെന്താണ്? ഓവർ ടൈം ആണ്, അതിന് കൂടുതൽ പേ വേണം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസറിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പിക്ക് ചെയ്യാം. എല്ലാം നോക്കാനുള്ള സമയമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഹെഡിങ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി പോകാം. പർപ്പസ് ഓഫ് ഫാക്ടറീസ് ആക്ട് നമ്മൾ 2 ഹെഡായിട്ട് പറഞ്ഞല്ലേ. ഒന്ന് രജിസ്ട്രേഷന് വേണ്ടി, പിന്നെ മെമ്പേഴ്സിൻ്റെ ഹെൽത്ത്, വർക്കർ, പിന്നെ ലീവ്, വേജസ്, വർക്ക് ടൈം, അതൊക്കെയാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സ് നമ്മൾ ഓൾറെഡി 1 by 1 ആയിട്ട് പറഞ്ഞു പോയ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് നമ്മുടെ ആൻഡ് ഹസാർഡസ് പ്രോസസ് ആസ് പെർ ദി ഫാക്ടറീസ് ആക്ട്. മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് നമ്മുടെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്, നമ്മുടെ വെസൽ, ഷിപ്പ്, കോൾഡ് സ്റ്റോറേജ്, പമ്പിങ്, സംതിങ് റിലേറ്റഡ് ടു ദ പവർ, പിന്നെ നമ്മൾ നോർമലി പറയുന്നത് മേക്കിംഗ്, ഓൾട്ടറിങ്, റിപ്പയറിങ്. ഹസാർഡസ് പ്രോസസ്സിൻ്റെ കാര്യം എന്ത് പറയുന്നത്? മെറ്റീരിയൽ ഇമ്പയർമെൻറ്റ് ടു ദ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹസാർഡസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ഫാക്ടറി ആസ് പെർ ഫാക്ടറീസ് ആക്ടിൻ്റെ ഡെഫിനിഷൻ, അത് നമ്മൾ ഓൾറെഡി ഡെഫിനിഷൻ സെക്ഷനിൽ കിടപ്പുണ്ട്. ദെൻ ക്യാരി ഫോർവേഡ് ഓഫ് ലീവ് നമ്മൾ പറഞ്ഞല്ലേ. ഇഫ് എ വർക്കർ ഡസ് നോട്ട് ഇൻ എനി കലണ്ടർ ഇയർ ടേക്ക് ഓൾ ഓഫ് ദി ലീവ് അലൗഡ്, 1/20 എന്ന് പറഞ്ഞ ലീവ് എടുത്തിട്ടില്ല എങ്കിൽ ഹി ഷാൽ ബി ക്യാരി ഫോർവേഡ്. നമുക്ക് ക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. സക്സീഡിങ് ഇയേഴ്സിൽ ക്യുമുലേറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ക്യുമുലേറ്റ് ചെയ്യാം. അതിൻ്റെ പ്രൊവിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇടയ്ക്ക് വേറെ ലാസ്റ്റ് വൺ ഇതാണ്. വെദർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഒക്കുപ്പയർ ഇൻ എ ഫാക്ടറി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. ഒന്ന് ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ ഓഫ് ദി വർക്കേഴ്സ് ആണ്. അതുകൂടാതെ സ്പെഷ്യൽ കെയർ ഏതിൻ്റെ കാര്യത്തിലായിരുന്നു? ഹസാർഡസ് പ്രോസസ്സിൻ്റെ കാര്യത്തിൽ ഒക്കുപ്പയറിന് സ്പെഷ്യൽ കെയർ എടുക്കേണ്ട കാര്യമുണ്ട്. എമർജൻസി പ്ലാൻ വേണം. യൂസേജ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ് ഓഫ് ഹസാർഡസ് പ്രോസസ്സിന് സ്പെഷ്യൽ കെയർ വേണം. ദെൻ ഹെൽത്ത് ഡിസ്ക്ലോസ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളോട്. ഇതെല്ലാം എപ്പോഴും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ഹസാർഡസ് പ്രോസസ്സിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. ഇതൊക്കെയാണ് ഒക്കുപ്പയറിൻ്റെ ഡ്യൂട്ടീസ്. ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് വർക്ക് ബുക്കിൽ കിടക്കുന്നത്. ഐ തിങ്ക് വി കവർ അല്ലേ. ടെസ്റ്റ് യുവർ നോളജ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഈ പേജസ് വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇത് ബ്ലാങ്ക് ആക്കി തരാം. അല്ലെങ്കിൽ ബാക്കിലോട്ട് പോയാലും മതി. ഈ ബ്ലാങ്ക് പേജ് നോട്ട്സ് ഒന്നും ഇല്ലാത്ത ഈ പേജ് വെച്ചിട്ട് വേണം ഇവിടെ ഇപ്പം ഇനി ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദിസ് ചാപ്റ്റർ. ഇനി ഈ ചാപ്റ്ററിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വി ആർ ഫിനിഷ്ഡ്. ഓക്കെ, താങ്ക് യു.